ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി. അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്, വരാനിരിക്കുന്ന എക്സാമുകൾക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എല്ലാവരും അവരുടെ പ്രിപ്പറേഷൻ ഒരിക്കലും നമ്മൾ എൻട്രിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ എൻട്രി പ്രിപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ആളുകൾ ഒരിക്കലും ഒരു ഇഞ്ച് പോലും നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്ന ആളുകളല്ല. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള ഏറ്റവും വലിയ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഡിറ്റർമിനേഷൻ ആണ്, ഡെഡിക്കേഷൻ ആണ്. കാരണം ആ ഒരു ഡെഡിക്കേഷനും ഡിറ്റർമിനേഷനും ഉള്ള ആളുകൾക്ക് മാത്രമാണ് നമുക്കൊരു ഡ്രീം ജോബായിട്ടുള്ള നല്ലൊരു ഗവൺമെന്റ് സെക്ടറിൽ നിങ്ങൾക്ക് ജോബിലേക്ക് എത്താൻ കഴിയുള്ളൂ. സോ ആ ഒരു വലിയ ജേർണിയിലേക്ക് പോകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും നമ്മളുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് എപ്പോഴും അപ് ടു ഡേറ്റ് ആയിരിക്കണം, ലൈവ് ആയിരിക്കണം, മുന്നോട്ട് പോയിട്ട് കൊണ്ടേയിരിക്കണം. അപ്പൊ നിങ്ങൾ പല ആളുകളും ഈ ഒരു കൊറോണ സിറ്റുവേഷനിൽ ഒരല്പമൊക്കെ ഡിമോട്ടിവേറ്റഡ് ആയി പോയിട്ടുണ്ടാവും. കാരണം പരീക്ഷ ഒന്നും നടക്കുന്നില്ലല്ലോ, ഒരുപാട് പാൻഡമിക് കാരണം നമുക്ക് ഒരുപാട് സ്ട്രഗിൾ വരുന്നുണ്ട്, നോട്ടിഫിക്കേഷൻസ് ഒന്നും വരുന്നില്ലല്ലോ എന്നുള്ളത്. നമ്മൾ നോട്ടിഫിക്കേഷൻസ് വരും എന്നുള്ള പ്രതീക്ഷയെ തന്നെ പഠിക്കുക. കാരണം ഇത് വരാതിരിക്കാൻ യാതൊരു ചാൻസ് ഇല്ലല്ലോ. കാരണം ഇത് വന്നേ മതിയാകൂ. KSEB എന്ന് പറഞ്ഞാൽ അത് നമുക്കറിയാം, കേരളത്തില് ഇലക്ട്രിസിറ്റി സപ്ലൈ നടക്കണം എന്നുണ്ടെങ്കിൽ KSEBയിൽ എഞ്ചിനീയേഴ്സിന്റെ പോസ്റ്റ് മസ്റ്റ് ആണ്. അത് ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്ത ഒരു പോസ്റ്റാണ്. ഓക്കെ, അപ്പൊ അത്തരം ഒരു പോസ്റ്റിലേക്ക് ഒരല്പം വൈകുന്നു എന്നുള്ളത് നിങ്ങളെ പിന്നോട്ടടിക്കുന്ന ഒരു കാര്യമായിട്ട് മാറരുത്. ഇതാണ് എനിക്ക് ആദ്യം നിങ്ങൾ എടുത്ത് പറഞ്ഞു തരാനുള്ളത്. ഒരു കാരണം കൊണ്ടും മറ്റൊരു കാരണം കൊണ്ടും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങളുടെ പ്രിപ്പറേഷൻ, നിങ്ങളുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു തരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, പിന്നോട്ട് പോകാൻ പാടില്ല എന്നുള്ളത് ഞാൻ നിങ്ങളെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. സോ ഈ ഒരു സമയത്ത് നമ്മുടെ പ്രിപ്പറേഷൻ ഏത് തരത്തിലായിരിക്കണം എന്നുള്ളതാണ് ഞാൻ നിങ്ങൾ എടുത്ത് പറഞ്ഞുതരാൻ പോകുന്നത്. നമ്മളിപ്പോൾ തിയറി പോർഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ഞങ്ങൾ ഓൾറെഡി എൻട്രിയിൽ കവർ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് നിങ്ങൾ പഠിച്ച കാര്യമാണ്. അപ്പൊ എൻട്രിയിൽ നിങ്ങൾ പഠിച്ചിട്ട് കവർ ചെയ്ത കാര്യങ്ങൾ അത് റിവൈസ് ചെയ്ത് പഠിക്കുക, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അങ്ങനെ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് നമ്മുടെ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഏതൊരു എക്സാമിനേഷൻ ആണെങ്കിലും നിങ്ങളുടെ നോളജ് അളക്കാൻ വേണ്ടി മാത്രമല്ല പരീക്ഷ നടത്തുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഒരു യൂണിവേഴ്സിറ്റി എക്സാമിന് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ നോളജ് അളക്കാനുള്ള ഒരു എക്സാമിനേഷൻ ആയിട്ട് നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് നടത്തുന്ന സീരീസ് എക്സാമുകളൊക്കെ ആ രീതിയിൽ കാണാം. പക്ഷെ ഒരു PSC പോലുള്ള എക്സാമിനേഷൻ, PSC SSC പോലുള്ള എക്സാമിനേഷനുകൾ ഒരിക്കലും നിങ്ങളുടെ നോളജ് അളക്കുക എന്നത് മാത്രമല്ല, നിങ്ങൾ എത്ര ടൈമിൽ ചെയ്ത് തീർക്കുന്നു എന്നുള്ളതാണ്. കാരണം 100 ക്വസ്റ്റ്യൻസുകൾ ചെയ്യാൻ നമുക്ക് 1 മണിക്കൂർ 15 മിനിറ്റ് ആണ്. അതായത് 75 മിനിറ്റിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് 100 ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. സോ അതൊരു ചെറിയ കാര്യമല്ല, അതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് സംഭവിക്കാവുന്ന ഒരുപാട് മിസ്റ്റേക്സുകൾ ഉണ്ട്. ഒരുപാട് പേര് പറയാറുണ്ട് നെഗറ്റീവ്സ് ഒക്കെ കുറെ വരുന്നുണ്ടെന്ന്. അപ്പൊ സ്റ്റാർട്ടിങ്ങിലൊക്കെ നെഗറ്റീവ്സ് കുറെ വന്നു എന്ന് പറഞ്ഞ ആളുകൾ ഒരുപാട് തവണ എൻട്രിയിൽ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം അവരുടെ നെഗറ്റീവ്സ് ഒക്കെ കുറഞ്ഞ് നല്ല രീതിയിൽ ഇംപ്രൂവ് ആയിട്ടുണ്ട്. നെഗറ്റീവ്സ് ഒക്കെ ഇപ്പോൾ കുറച്ചേ വരുന്നുള്ളൂ. നന്നായിട്ട് അക്യുറസി കൂടിയിട്ടുണ്ട്, നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊക്കെയുള്ള നല്ല അഭിപ്രായങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ എല്ലാവരും നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാമിന് വേണ്ടി 100% നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു പ്രിപ്പറേഷൻ ആ ഒരു ലെവലിൽ, ഡിഗ്രി ലെവലിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. സോ തീർച്ചയായിട്ടും അതേസമയം തന്നെ വരാനിരിക്കുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടുള്ള KSEBയുടെ സബ് എഞ്ചിനീയർ കൂടി നമുക്ക് ക്രാക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു തരത്തിലേക്ക് നമ്മുടെ പ്രിപ്പറേഷൻ ആ ഒരു തരത്തിലും കൂടി കാണേണ്ടതായിട്ടുണ്ട്. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. നമുക്ക് ഒരുപാട് നമ്മുടെ ഈ ഒരു പരീക്ഷകൾ എന്ന് പറയുന്നത് വളരെ വലിയ ഡിഫറെന്റ് ആയിട്ടുള്ള എക്സാമുകളൊന്നും അല്ല. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഗേറ്റിനൊന്നും അല്ല. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒരേ തലത്തിലുള്ള മറ്റു പല പരീക്ഷകൾക്ക് വേണ്ടിയാണ്. KSEB, അതേപോലെ തന്നെ KSEBന്റെ എക്സാമിനേഷൻ, PWDന്റെ അസിസ്റ്റന്റ് എഞ്ചിനീയർ, അങ്ങനെയുള്ള ഓവർസിയർ, ഗ്രേഡ് 1 ഇലക്ട്രിക്കൽ, അതേപോലുള്ള പരീക്ഷകൾക്ക് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇതിലൊന്നും വലിയ അന്തരങ്ങളൊന്നുമില്ല. അല്ലാണ്ട് ഇപ്പൊ ഗേറ്റിനൊക്കെ നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ട്രാക്കാണ് വേണമെങ്കിൽ പറയാം. ഇതേപോലുള്ള മറ്റു ട്രാക്കാണ് SSC. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. SSCയും ഇതേ ഒരു പാറ്റേണിൽ തന്നെ പോകുന്ന മറ്റൊരു എക്സാമിനേഷൻ ആണ്. കുറച്ചുകൂടി ഡിസ്ക്രിപ്റ്റീവ് ലെവലൊക്കെ ഉള്ളത് പഠിക്കാനുണ്ട് എന്നുള്ളതല്ലാതെ വലിയ വ്യത്യാസങ്ങളൊന്നും ഈ ഒരു SSCയുമായിട്ട് ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഇല്ല. ഇതൊക്കെ ഡിപ്ലോമ ലെവലിലുള്ള എക്സാമുകളാണ്. KSEBയുടെ സബ് എഞ്ചിനീയർ ഡിപ്ലോമ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന് ഉള്ള ഒരു എക്സാമിനേഷൻ ആണ്. അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എഞ്ചിനീയേഴ്സിനെ മാത്രം നിജപ്പെടുത്തിയിട്ടുള്ളതുമാണ്. സോ നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ ഉദ്ദേശിക്കുന്നത്, പല ആളുകൾ ചോദിക്കുന്നുണ്ട് KSEB ഒക്കെ ഞങ്ങൾ കുറെ ആയി പഠനത്തിൽ പഠിച്ചു തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ പഠിക്കാൻ ഒരുപാട് വർഷങ്ങൾ ഗ്യാപ്പ് എടുത്ത ആളുകളാണ്, ഞങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത്തരം ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഇന്നത്തെ ഈ ഒരു സെഷന് നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്യുക.
ഈ ഒരു സെഷൻസിൽ ക്വസ്റ്റ്യൻസുകൾ നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ പറയാ നിങ്ങളെ കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ പറ്റില്ല എന്നുള്ളത്. തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻസുകളാണ് ഡിസൈഡ് ചെയ്യുന്നത് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ പറ്റില്ല എന്നുള്ളത്. ക്വസ്റ്റ്യൻസുകൾ കണ്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയോ മറന്നുപോയിട്ടുള്ള ആൻസേഴ്സുകളാണെങ്കിൽ, നിങ്ങൾക്ക് കേട്ട് പരിചയമുള്ള ആൻസേഴ്സുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഒരല്പം എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് കഴിയുന്ന പരീക്ഷയാണ് എന്നുള്ളത് ആ ഒരു ബോധ്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. സോ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നമ്മുടെ ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് വീഡിയോയിലേക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഞാൻ തരുന്ന ക്വസ്റ്റ്യൻസുകൾ എത്രത്തോളം കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾ ചെയ്യാം. ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ആൻസേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ആ കമന്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അവസാനം ഈ ഒരു എക്സാമിനേഷനിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ അതും കൂടി കമന്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ ഈ ഒരു സെഷൻ അതിൻ്റെ ഒരു കംപ്ലീഷനിലേക്ക് എത്തി നമുക്ക് പറയാൻ പറ്റൂ. സിമ്പിൾ ക്വസ്റ്റ്യൻസുകളാണ്. കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുള്ള KSEBയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് എത്രത്തോളം വേഗത്തിൽ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം വേഗത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസേഴ്സിലേക്ക് പോവുക. സോ നമുക്ക് ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് സ്റ്റാർട്ട് ദ സെഷൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Your first question, which of the following quantities are same in all parts of the series circuit? നിങ്ങൾ വേഗം കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചെയ്ത പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസേഴ്സ് കമന്റ് ആയിട്ട് ചെയ്യാം. ഓക്കെ, എല്ലാവരും ആൻസേഴ്സ് കമന്റ് ചെയ്യാം. യെസ്, ഓപ്ഷൻ എ കമന്റ് വരുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. റോബിൻ റോയ് ആൻസർ ചെയ്തിട്ടുണ്ട്, ആനി ചെയ്തിട്ടുണ്ട്, ഐശ്വര്യ ചെയ്തിട്ടുണ്ട്, അഖിൽ സതീശൻ ചെയ്തിട്ടുണ്ട്, വർഷ PM ചെയ്തിട്ടുണ്ട്, സ്റ്റെബിൻ തോമസ് ചെയ്തിട്ടുണ്ട്. യെസ്, വെരി ഗുഡ്. എല്ലാവരും കറക്റ്റ് ആൻസർ തന്നെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്വാണ്ടിറ്റീസ് ആർ സെയിം ഇൻ ഓൾ പാർട്സ് ഓഫ് ദ സീരീസ് സർക്യൂട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാം സീരീസ് സർക്യൂട്ടിൽ കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത് നമ്മൾ സീരീസ് സർക്യൂട്ടിൽ കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത് കറണ്ട് ആണ് അല്ലേ. കറണ്ട് എന്ന് പറയുന്നത് സീരീസ് സർക്യൂട്ടിൽ കോൺസ്റ്റന്റ് ആയിരിക്കും. അതേസമയം വോൾട്ടേജ് ആണ് ഡിവൈഡ് ചെയ്ത് പോകുന്നത്. അത് നിങ്ങൾ ഓരോ റെസിസ്റ്റൻസിലും എത്ര വോൾട്ടേജ് ഡിവൈഡ് ചെയ്യുന്നുള്ളത് ഡിപ്പെൻഡ് അപ്പോൺ ദ റെസിസ്റ്റൻസ് വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ അത്തരം ക്വസ്റ്റ്യൻസുകളൊക്കെ വരാറുണ്ട്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഇൻ സീരീസ് സർക്യൂട്ട് കറണ്ട് എന്താണ്? കറണ്ട് സെയിം ആയിരിക്കും അല്ലേ ഇൻ ഓൾ പാർട്സ് ഓഫ് ദ സർക്യൂട്ട്. ഒരുപാട് പേര് വീണ്ടും ആൻസർ വന്നിട്ടുണ്ട്. ഫെമി ഫ്രാൻസിസ് ചെയ്തിട്ടുണ്ട്, അഞ്ജിത് കൃഷ്ണ ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ആൻസർ ആണ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Second question. Keep going. Flow of how many electrons per second will produce current of 1 ampere? Flow of how many electrons per second will produce current of 1 ampere? പെട്ടെന്ന് ആൻസർ ചെയ്യണം കേട്ടോ. ഇതിന്റെ ആൻസർ എല്ലാവരും പെട്ടെന്ന് ചെയ്യണം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻസേഴ്സ് വന്നിട്ടില്ല. വളരെ ക്വിക്ക് ആയിട്ട് ആൻസർ ചെയ്യുക. വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യന്. How many electrons per second will produce current of 1 ampere? Yes, answers വന്നു തുടങ്ങിയിട്ടുണ്ട്. ഓപ്ഷൻ ഡി ആണ് കൃഷ്ണകുമാർ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ്. കൃഷ്ണകുമാർ ഒന്നുകൂടി ഒന്ന് റീചെക്ക് ചെയ്യണം, ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യാം. ആൻസേഴ്സ് പരമാവധി തെറ്റിക്കാണ്ട് റോങ് ആവാണ്ടിരിക്കുക. കറക്റ്റ് ആൻസർ തന്നെ എല്ലാവരും മാർക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫെമി ഫ്രാൻസിസ് ഓപ്ഷൻ എ മാർക്ക് ചെയ്തിട്ടുണ്ട്. വർഷ PM ഓപ്ഷൻ ഡി മാർക്ക് ചെയ്തു. രേഷ്മ ഓപ്ഷൻ എ. റോബിൻ റോയ് ഓപ്ഷൻ എ. പ്രണവ് ഓപ്ഷൻ സി. പല ആൻസേഴ്സ് വരുന്നുണ്ട്. അഖിൽ ഓപ്ഷൻ എ. അഞ്ജിത് കൃഷ്ണ ഓപ്ഷൻ എ. അജ്മൽ ഓപ്ഷൻ എ. വർഷ ഓപ്ഷൻ എ. അരുൺ കുമാർ ഓപ്ഷൻ എ. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പ്രോസസ്സിംഗിൽ ലാസ്റ്റ് ഫൈനൽ ഇവാലുവേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം മാർക്ക് ചെയ്ത ആൻസറെ കൺസിഡർ ചെയ്യാവും കേട്ടോ. നിങ്ങൾ ഫൈനൽ മാർക്ക് നിങ്ങൾ കമന്റ് ചെയ്യണം. ആ സമയത്ത് നിങ്ങൾ ഫസ്റ്റ് എന്താണോ മാർക്ക് ചെയ്തിട്ടുള്ളത് അത് മാത്രമായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. സോ ഇവിടെ നിങ്ങൾക്ക് അറിയാം കറണ്ടിന്റെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? I is equal to Q by T ആണ് അല്ലേ. I is equal to Q by T. ഇതിൽ Q എന്ന് പറഞ്ഞാൽ എന്താണ്? Q is equal to N into E divided by T ആണ്. നിങ്ങളോട് ചോദിച്ചത് ഫ്ലോ ഓഫ് ഹൗ മെനി ഇലക്ട്രോൺ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡിൽ will produce current of 1 ampere എന്നാണ്. സോ 1 ആംപിയർ കിട്ടുന്ന സമയത്ത് എത്ര ഇലക്ട്രോൺ ആണ്?
സോ ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാണ്? 1.6 ഇൻറ്റു 10⁻⁻⁹. ഞാൻ നെഗറ്റീവ് ചാർജ് ആണ്, ഞാനിതിൽ നമുക്ക് മാഗ്നിറ്റ്യൂഡ് നമ്പേഴ്സ് മാത്രം മതി. ഡിവൈഡഡ് ബൈ ടി പെർ സെക്കൻഡ് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്? 1 എടുക്കുകയാണ്. സോ n ഇൻറ്റു 1.6 ഇൻറ്റു 10⁻⁻⁹ ഈസ് ഈക്വൽ ടു 1 ആംപിയർ. ദർഫോർ n is equal to 1 by 1.6 ഇൻറ്റു 10⁻⁻⁹ എന്നാണ്. ഇതിന്റെ വാല്യൂ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 6.25 ഇൻറ്റു 6.25 ഇൻറ്റു 10⁻18 ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ എ. ഒരുപാട് പേര് കറക്റ്റ് ആൻസർ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേര് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ തന്നെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു. In which of the following substances the resistance decreases with the increase in temperature? Next question. The resistance decreases with the increase in temperature. Interesting, simple ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പെട്ടെന്ന് ആൻസറിലേക്ക് പോകട്ടോ. നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ കിട്ടിയിട്ടില്ലെങ്കിൽ റോങ് ആൻസേഴ്സുകൾ എലിമിനേറ്റ് ചെയ്യാൻ പറ്റിയാലും മതി. നിങ്ങൾക്കറിയാം റെസിസ്റ്റൻസ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ അതിന് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആണ്. നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആണ്. നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എവിടെയുള്ളത്? സെമി കണ്ടക്ടേഴ്സിലാണ്. നിങ്ങളുടെ ആൻസേഴ്സ് വരുന്നുണ്ട്. വെരി ഗുഡ്. ഐശ്വര്യ മാർക്ക് ചെയ്തിട്ടുണ്ട്, അജ്മൽ ഡി മാർക്ക് ചെയ്തിട്ടുണ്ട്, അഞ്ജിത് കൃഷ്ണ, അഖിൽ, റമീസ്, റീഷ, അനി, കൃഷ്ണകുമാർ, വർഷാസ്, അജു സോമൻ, സ്റ്റെബിൻ തോമസ്, അഞ്ജു സോമൻ, സ്റ്റെബിൻ തോമസ് ഒക്കെ ഡി ആണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും കാർബൺ ആണ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻസ് ഉള്ളത്. അത് സെമി കണ്ടക്ടർ ആ ഒരു ക്ലാസിഫിക്കേഷനിലാണ് വരുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. എല്ലാവരും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ തന്നെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. വെരി ഗുഡ്, കീപ് ഗോയിങ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് VWQ സ്റ്റാൻഡ്സ് ഫോർ വോൾട്ടേജ്, എനർജി ആൻഡ് ചാർജ്, ദ വോൾട്ടേജ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ്. ഇത് ഒരു ബേസിക് 12th ലെവൽ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു എക്സ്പ്രഷൻ തന്നെ ആയിരിക്കും. VWQ കണക്ട് ചെയ്യുന്ന എക്സ്പ്രഷൻ അറിയാന്നുണ്ടെങ്കിൽ ഇതിന്റെ ആൻസർ ക്വിക്ക് ആയിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ആൻസേഴ്സ് കമന്റ് ചെയ്യട്ടോ, വളരെ ഫാസ്റ്റ് ആയിട്ട് കമന്റ് ചെയ്യാം. ഇതിൽ ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ? ഓപ്ഷൻ സി ആണ് ആനി കമന്റ് ചെയ്തിട്ടുള്ളത്. ഹരികൃഷ്ണ ഓപ്ഷൻ ബി ആണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് നോക്കാം ഏതാ ആൻസർ വരിക എന്നുള്ളത്. അജ്മൽ ബി ആണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. മുഹമ്മദ് മിൻഷാദ് ഓപ്ഷൻ ബി ആണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. യെസ്, വെരി ഗുഡ്, കീപ് ഗോയിങ്. സോ ഇവിടെ VWQ സ്റ്റാൻഡ്സ് ഫോർ വോൾട്ടേജ്, എനർജി ആൻഡ് ചാർജ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. V is equal to W by Q ആണ് അല്ലെ? V is equal to W by Q. നമ്മളത് ഡിഫറൻഷ്യൽ ഫോമിൽ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ ആലോചിച്ചാൽ മതി? V is equal to dW by dQ എന്നുള്ളത്. ഓക്കെ, നമ്മൾ I is equal to dQ by dt എന്നൊക്കെ പറയൂലേ, അതേപോലെ തന്നെ ഇവിടെ V is equal to dW by dQ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ബി. ഒരുപാട് പേര് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ടിക്ക് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്, കീപ് ഗോയിങ്. നിങ്ങളുടെ സ്കോർ ഇങ്ങനെ ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സ്കോർ ടോട്ടൽ എക്സാമിനേഷൻ നമ്മുടെ ഈ ഒരു സെഷനിൽ കഴിയുന്ന എക്സാമിനേഷൻ കഴിയുന്നതോട് കൂടി ഒരു മികച്ച സ്കോറിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയണം. ഓക്കെ, ലെറ്റ്സ് ഗോ ഫോർ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 5. ദ ഫ്യൂസ് വയർ ഈസ് മെയ്ഡ് ഓഫ് നിക്രോം, കോപ്പർ, ടങ്സ്റ്റൺ ആൻഡ് ലെഡ് ടിൻ അലോയ്. ആൻസേഴ്സ് വരട്ടെ, പെട്ടെന്ന് ആൻസേഴ്സ് വരട്ടെ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ ഫ്യൂസ് വയർ ഈസ് മെയ്ഡ് ഓഫ് നിക്രോം, കോപ്പർ, ടങ്സ്റ്റൺ, ലെഡ് ടിൻ അലോയ്. യെസ്, ഇതിനോടകം ആൻസേഴ്സ് വന്നു കഴിഞ്ഞു. ഐശ്വര്യ മാർക്ക് ചെയ്തിട്ടുണ്ട്, അജ്മൽ ഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. യെസ്, അഞ്ജിത് കൃഷ്ണ ഡി സി ആണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. ഹരികൃഷ്ണ ബി മാർക്ക് ചെയ്തിട്ടുണ്ട്, ആനി ബി ഡി മാർക്ക് ചെയ്തിട്ടുണ്ട്, അഖിൽ സതീശൻ, പ്രണവ് ടി കെ, മുഹമ്മദ് മിൻഷാദ്, റമീസ്, റോബിൻ റോയ്, സ്റ്റെബിൻ തോമസ്, റാമി, കൃഷ്ണകുമാർ ഒക്കെ ഡി ആണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ തന്നെയാണ്. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ തന്നെയാണ്. സാധാരണ നിക്രോം യൂസ് ചെയ്യാറുള്ളത് എന്തിനു വേണ്ടിയാണ്? നിക്രോം യൂസ് ചെയ്യാറുള്ളത് റെസിസ്റ്റൻസ് ഹീറ്റിംഗ് കോയിലിനൊക്കെ വേണ്ടിയാണ് നമ്മൾ നിക്രോം യൂസ് ചെയ്യാറുള്ളത്. ടെങ്സ്റ്റൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫിലമെന്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. കോപ്പർ കണ്ടക്ടർ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ലെഡ് ടിൻ അലോയ് ആണ് ഇവിടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 6. റേറ്റൻഡിവിറ്റി ഇസ് മാക്സിമം. ഇതൊക്കെ ഒരു ബേസിക് ലെവലായിട്ട് നിങ്ങൾക്ക് മാഗ്നറ്റിക് സർക്യൂട്ട് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് പഠിച്ചിട്ടുണ്ടെങ്കിൽ, എൻട്രിയിൽ നമ്മൾ സിബിൻ സാറാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. മാഗ്നറ്റിക് സർക്യൂട്ട്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ്, ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന സിമ്പിൾ ആയിട്ടുള്ള ചെറിയ കോൺസെപ്റ്റുകളാണ്. ക്വസ്റ്റ്യൻ നമ്പർ 6. ദ റേറ്റൻഡിവിറ്റി ഇസ് മാക്സിമം ഫോർ. പെട്ടെന്ന് ആൻസേഴ്സ് വരട്ടെ. ക്വസ്റ്റ്യൻ നമ്പർ 6. ഓപ്ഷൻ എ സോഫ്റ്റ് അയോൺ മാർക്ക് ചെയ്തിട്ടുണ്ട്.
ഓപ്ഷൻ ഡി സ്റ്റീൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. യെസ്, ചെറിയ കൺഫ്യൂഷൻസ് ആൻസർ മാർക്ക് ചെയ്യുന്നവരിൽ വന്നിട്ടുണ്ട്. ഡി ഇല്ലാന്ന് തോന്നുന്നു. പിന്നീട് വന്നവരൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഓപ്ഷൻ ഡി മാർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം ഏതാ കറക്റ്റ് ആൻസർ എന്നുള്ളത്. റമി പറഞ്ഞിട്ടുള്ളത് ഡി ആണ്. ഓപ്ഷൻ ഡി. അഖിൽ സതീശൻ ഡി തന്നെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. യെസ്, ഫെമി ഫ്രാൻസിസ് ഓപ്ഷൻ ഡി ആണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താ റീറ്റൻറ്റിവിറ്റി എന്ന് പറഞ്ഞാല് എബിലിറ്റി ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് റിമൈൻസ് ഇൻ മാഗ്നറ്റൈസ്ഡ് കണ്ടീഷൻ. അതായത് നമ്മളൊരു എക്സ്റ്റേണൽ സോഴ്സ് കൊടുത്തിട്ട് മാഗ്നറ്റൈസ് ചെയ്യുന്ന സമയത്തും അത് നമ്മൾ അതിന്റെ സോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും ആ മാഗ്നറ്റിക് ഫീൽഡിൽ നിലനിൽക്കാനുള്ള കഴിവാണ് റീറ്റൻറ്റിവിറ്റി. സോ റീറ്റൻറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ളത് സ്റ്റീലിലാണ്. ഓക്കെ, സ്റ്റീൽ ഹാസ് മോർ റീറ്റൻറ്റിവിറ്റി. സോ സ്റ്റീൽ ആണ് ഇവിടെ റൈറ്റ് ആൻസർ. 6th ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. Then question number 7. Let's move on to the question number 7. 7th question. Tesla is the unit of എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Tesla is the unit of. 4 ഓപ്ഷൻസ് ഉണ്ട്. മാഗ്നറ്റിക് ഫ്ലക്സ്, മാഗ്നറ്റിക് മൂവ്മെന്റ്, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ആൻഡ് നൺ ഓഫ് ദീസ്. വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഓപ്ഷൻസുകളാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ആൻസേഴ്സ് നോക്കട്ടെ. യെസ്, ഐശ്വര്യ മാർക്ക് ചെയ്തിട്ടുണ്ട്. അജ്മൽ, ആനി, മൈ, പ്രണവ്, രേഷ, റമീസ് കോയ, അഖിൽ സതീശൻ, സ്റ്റെബിൻ തോമസ്, അഞ്ചിത് കൃഷ്ണ ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരും മാർക്ക് ചെയ്തിട്ടുള്ളത് ഒരേ ആൻസർ തന്നെയാണ്. ടെസ്ല ഇസ് ദ യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ ഇതിൽ സ്വാഭാവികമായിട്ടും മാഗ്നറ്റിക് ഫ്ലക്സിന്റെ യൂണിറ്റ് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. മാഗ്നറ്റിക് ഫ്ലക്സിന്റെ യൂണിറ്റ് വെബർ ആണ്. സോ ഈ ക്വസ്റ്റിന്റെ ആൻസർ ഓപ്ഷൻ സി, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഇസ് ദ റൈറ്റ് ആൻസർ. വെരി ഗുഡ്, കീപ് ഗോയിങ്. So let's move on to the next question. Another question. 2 coil of inductance L1 and L2 are placed close together such that magnetic flux in one coil is completely links the other. The mutual inductance between the coil is. Question number 8. Answers varate. Option D mark ചെയ്തിട്ടുണ്ട് ഒരാള്. യെസ്, വർഷ, ഹരികൃഷ്ണ, അമീർ, മൈവാലറ്റ്, കൃഷ്ണകുമാർ, റോബിൻ റോയ് ഒക്കെ ഓപ്ഷൻ ഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. യെസ്, അഞ്ജിത് കൃഷ്ണ ഓപ്ഷൻ ഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് K is equal to coefficient of coupling. K is equal to mutual inductance divided by root of L1 L2 എന്ന് പറയുന്ന ഈ ഒരു എക്സ്പ്രഷൻ ആണ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനിൽ one coil is completely links the other. അത് പ്രാക്ടിക്കലി പോസിബിൾ ഒന്നും അല്ല കേട്ടോ. അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. പക്ഷേ എങ്കിൽ അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ വൺ കോയിൽ ഈസ് കംപ്ലീറ്റ്ലി ലിങ്ക്സ് ദി അതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാഗ്നറ്റിക് കോയിൽ ഇൻ ഫ്ലക്സ് ഇൻ വൺ കോയിൽ ഈസ് കംപ്ലീറ്റ്ലി ലിങ്ക്സ് ദി അതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെന്റെ വാല്യൂ 1 ആണ്. സോ 1 is equal to m divided by root L1 L2. m divided by root L1 L2. So m is equal to എന്ത് കിട്ടും? From this m is equal to root L1 L2. Option D is the right answer. Option D is the right answer. ഒരുപാട് പേര് കറക്റ്റ് ആൻസർ മാർക്ക് ചെയ്തിട്ടുണ്ട്. യെസ്, വെരി ഗുഡ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The period of kilohertz AC is 1 kilohertz. കിലോഹെർട്സ് ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കണം, അത് 1 kilohertz ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ളത്. Question number 9. The period of 1 kilohertz AC is എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഫ്രീക്വൻസിയും ടൈം പീരീഡും തമ്മിലുള്ള റിലേഷൻ ആണ്? വളരെ ബേസിക് ആയിട്ടുള്ള റിലേഷൻ ആണ് അല്ലേ? വളരെ ബേസിക് ആയിട്ടുള്ളത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആൻസേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലെസ് ദാൻ 10 seconds നിങ്ങൾ ആൻസേഴ്സ് പറയുന്നുണ്ട് കേട്ടോ. നമുക്ക് PSC എക്സാമിനേഷനിൽ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് കിട്ടുന്ന സമയം എന്ന് പറയുന്നത് ലെസ് ദാൻ 45 seconds ആണ്. പക്ഷെ നിങ്ങളുടെ ആൻസറിന്റെ സ്പീഡ് എന്ന് പറയുന്നത്, ലെവൽ ഓഫ് സ്പീഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ 10 seconds ആണ്. വെരി ഗുഡ്, കീപ് ഗോയിങ്. സോ ദിസ് ക്വസ്റ്റ്യൻ, ദ പീരിയഡ് ഓഫ് 1 kilohertz AC ഈസ്, നമുക്കറിയാം ടൈം പീരീഡും ഫ്രീക്വൻസിയും തമ്മിലുള്ള കണക്ഷന് ടൈം പീരീഡ് T is equal to reciprocal of frequency 1/f ആണ്. That is equal to 1/1 into 10 raised to 3 kilohertz ആണ് അല്ലേ? So that is equal to 10 raised to minus 3 seconds ആണ്. നമ്മൾ അതിനെ 10 raised to minus 3 നമ്മൾ മില്ലി സെക്കൻഡ് എന്ന് പറയുന്നു. സോ ഓപ്ഷൻ എ 1 millisecond is the right answer. ഒരുപാട് പേര് ആൻസേഴ്സ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്, കീപ് ഗോയിങ്. So let's move on to the next question. Question number 10. The peak to peak value of 40 volt sine wave is. Next question ആണ് question number 10. The peak to peak value of 40 volt sine wave is. Peak to peak value ആണ് ചോദിച്ചിരിക്കുന്നത്. Right.
ദ പീക്ക് ടു പീക്ക് വാല്യൂ ഓഫ് 40 വോൾട്ട് സൈൻ വേവ് ഈസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ മാർക്ക് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഹരികൃഷ്ണ ഓപ്ഷൻ എ മാർക്ക് ചെയ്തു, അമീർ ഓപ്ഷൻ സി, മൈ വാലറ്റ് ഓപ്ഷൻ എ, ആനി ഓപ്ഷൻ എ, റെമി സ്കോയ ഓപ്ഷൻ എ ആണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഈ കൺഫ്യൂഷൻ ആയിട്ട് പോരുത്, നിങ്ങൾ ഈ ചെറിയ ഒരു നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് മാർക്ക് നഷ്ടപ്പെടുത്തരുത്. ഞാൻ പറഞ്ഞു നിങ്ങൾ വളരെ ഫാസ്റ്റ് ആയിട്ട് ക്വിക്കായിട്ട് ആൻസേഴ്സ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഇത് ഒരുപാട് പേര് ഈ ഒരു ആൻസേഴ്സ് തെറ്റിച്ചു കഴിഞ്ഞു. നിങ്ങൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഓപ്ഷൻ എ ആണ് എല്ലാവരും മാർക്ക് ചെയ്തിരിക്കുന്നത്. ആ ഒരു ആൻസർ റോങ് ആണ്. എന്താണ് പീക്ക് ടു പീക്ക്? അതേപോലെ തന്നെ ക്വസ്റ്റ്യനിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു വാല്യൂ ഓഫ് എ 40 വോൾട്ട് സൈൻ വേവ് എന്ന് പറയുമ്പോൾ ഈ 40 വോൾട്ട് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും മാക്സിമം വാല്യൂ അല്ല. നമ്മളത് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തില്ല. നമ്മൾ നോർമലി നമ്മൾ പറയുന്ന സമയത്ത് RMS വാല്യൂ ആണ്. ഇഫ് എനിത്തിങ് ഈസ് നോട്ട് മെൻഷൻഡ്, നമ്മളൊന്നും സ്പെസിഫൈ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ആ വാല്യൂ നിങ്ങൾ എടുക്കേണ്ടത് RMS വാല്യൂ ആയിട്ടാണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾ ഇത് കൺസിഡർ ചെയ്യേണ്ടത് RMS വാല്യൂ ആയിട്ടാണ്. 40 വോൾട്ട് എന്ന് പറയുന്നത് RMS വാല്യൂ ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. എന്താ പീക്ക് ഈ RMS വാല്യൂ? VRMS is equal to 40. അപ്പോൾ VRMSന്റെ ഇക്വേഷൻ എന്താണ്? VM/√2 ആണ് അല്ലേ? VM/√2 is equal to 40 വോൾട്ട്. അങ്ങനെയാണെങ്കിൽ VMന്റെ വാല്യൂ എത്ര വരും? VMന്റെ വാല്യൂ എന്ന് പറയുന്നത് 40√2 ആണ് വരിക. VMന്റെ വാല്യൂ എന്ന് പറയുന്നത് 40√2. ഇനി എന്താണ് പീക്ക് ടു പീക്ക് വാല്യൂ? ഓക്കെ, പീക്ക് ടു പീക്ക് വാല്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സൈൻ വേവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഡിഫറൻസ് ആണ്. ഇതാണ് രണ്ട് പീക്കുകൾ വരുന്നത് അല്ലേ? ഈ പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറയുന്നത് ആക്ച്വലി ഇത് VM ആണെങ്കിൽ 2 VM ആയിരിക്കും. പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറയുന്നത് 2 VM. സോ നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത് 2 × 40√2 ആണ് പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറയുന്നത്. VPP എന്ന് പറയുന്നത് 80√2 വരും. അതായത് 2 × 40√2 80√2. അപ്പൊ √2ന്റെ വാല്യൂ എത്രയാണ്? √2ന്റെ വാല്യൂ എന്ന് പറയുന്നത് 80 × 1.4 ആണ്. അപ്പൊ 1.5 ആയിരുന്നെങ്കിൽ നിങ്ങളുടെ ആൻസർ 120 ആണ്. 1.5 ആയിരുന്നെങ്കിൽ നിങ്ങളുടെ ആൻസർ 120 ആണ്. 1.5 ആണെങ്കിൽ നിങ്ങളുടെ ആൻസർ 120 ആണ്. ഇവിടെ 1.4 ആണ്. സോ 1.4 ആകുന്ന സമയത്ത് 120നെക്കാട്ടിലും കുറച്ച് കുറവായിരിക്കും, എന്നാൽ ഉറപ്പായിട്ട് 100നെക്കാട്ടിലൊക്കെ കൂടുതലായിരിക്കും. സോ യുവർ ആൻസർ വിൽ ബി ഓപ്ഷൻ സി 113 വോൾട്ട് ആയിരിക്കും നിങ്ങളുടെ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി 113 വോൾട്ട്. ഇപ്പൊ കുറെ പേര് തെറ്റായിട്ടാണ് ആൻസർ എഴുതിയിട്ടുള്ളത്. സോ നിങ്ങളുടെ ഭാഗത്തുനിന്ന് അങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ വരാൻ പാടില്ല. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ ലൈഫ് ഡിസൈഡിങ് ആയിരിക്കും. റാങ്ക് ലിസ്റ്റിലെ കട്ട് ഓഫിൽ നിന്ന് പുറത്തു പോകുന്നത് ചിലപ്പോൾ 1 മാർക്കിനായിരിക്കും. നിങ്ങൾക്ക് നിയമനം കിട്ടാതെ പോകുന്നത് ചിലപ്പോൾ 1 മാർക്കിനായിരിക്കും. സോ അത്തരം കാര്യങ്ങളിലൊക്കെ വളരെ കെയർഫുൾ ആയിട്ട് വേണം നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സോ പീക്ക് ടു പീക്ക് VPP എന്ന് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് RMS വാല്യൂ ആണ്. അതിനെ ഞാൻ മാക്സിമം വാല്യൂ കണ്ടുപിടിച്ചു, അതിന്റെ പീക്ക് ടു പീക്ക് വാല്യൂ കണ്ടുപിടിച്ചു. സോ ഓപ്ഷൻ സി is a right answer. So let's move on to the next question. Question number 11. When the two quantities are in quadrature, the phase angle between them will be. ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും പെട്ടെന്ന് ആൻസർ പറയാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ തെറ്റിയതിന്റെ ക്ഷീണം നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ മാറ്റിയെടുക്കാം. ഈ ക്വസ്റ്റ്യനിൽ വരട്ടെ. ഈ ക്വസ്റ്റ്യനിൽ എല്ലാവരും കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യുക. എല്ലാവരും കറക്റ്റ് ആൻസേഴ്സ് ടിക്ക് ചെയ്യാം. യെസ്, ഓപ്ഷൻ സി വന്നിട്ടുണ്ട്. യെസ്, വെരി ഗുഡ്. കീപ് ഗോയിങ്. വർഷ ഓപ്ഷൻ സി മാർക്ക് ചെയ്തിട്ടുണ്ട്. അൻഷിത് കൃഷ്ണ, മുഹമ്മദ് മിൻഷാദ്, റോബിൻ റോയ് എല്ലാവരും കറക്റ്റ് ആൻസർ തന്നെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇൻ ക്വാഡ്രേച്ചർ എന്ന് പറയുന്ന സമയത്ത് ക്വാണ്ടിറ്റീസ് ഫേസ് ആംഗിൾ എത്ര വരിക? ഫേസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കറണ്ട് നമ്മളുടെ ഫേസ് ആംഗിൾ എത്ര വരിക? യെസ്, 90 ഡിഗ്രി ആണ്. ഇൻ ഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? വോൾട്ടേജും കറണ്ട് നമ്മൾ ഇൻ ഫേസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസ് ആംഗിൾ എന്ന് പറയുന്നത് 0 ആവുമായിരുന്നു. അതേപോലെ തന്നെ ഔട്ട് ഓഫ് ഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇൻ ഫേസ് ആണ് കേട്ടോ. ആ ഒരു ടേംസുകൾ മനസ്സിലാക്കി വെക്കണം. ഇത് ഇൻ ഫേസ് ആണ്. ഔട്ട് ഓഫ് ഫേസ് എന്ന് പറയുന്ന സമയത്ത് 180 ഡിഗ്രി ആണ്. ക്വാഡ്രേച്ചർ എന്ന് പറയുന്ന സമയത്ത് 90 ഡിഗ്രി ആണ്. ഇൻ ക്വാഡ്രേച്ചർ എന്ന് പറയുന്ന സമയത്ത് 90 ഡിഗ്രി ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ ആലോചിച്ച് വെക്കാം. 4 ക്വാഡ്രന്റുകളല്ലേ ഉള്ളത്? 4 ക്വാഡ്രന്റുകൾ. അപ്പോൾ ഒരു ക്വാഡ്രന്റ് 90 ഡിഗ്രി. ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആലോചിക്കാവുന്നതാണ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ RL series circuit the power factor is. എഴുതിക്കോളൂ. Next question. In RL series circuit, the power factor is. What is a power factor in RL series circuit? Leading ആണോ, ലാഗിംഗ് ആണോ, മോർ ദാൻ യൂണിറ്റി, ലെസ് ദാൻ യൂണിറ്റി? എന്താണ് ആൻസർ വരുന്നത്? യെസ്, ആൻസർ വരുന്നുണ്ട്. ഓപ്ഷൻ ബി വരുന്നുണ്ട്. എ വരുന്നുണ്ട്. ഇടയ്ക്ക് എ വരുന്നുണ്ട്. കൂടുതൽ പേരും ബി തന്നെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്.
എന്നാലും ഇടയ്ക്ക് ആൻസർ എ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് എ വരുന്നുണ്ട്, ഇടയ്ക്ക് ബി വരുന്നുണ്ട്. യെസ്. എന്താ ഇതിൽ കൺഫ്യൂഷൻ എനിക്ക് മനസ്സിലാവുന്നില്ല. അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. RL സീരീസ് സർക്യൂട്ട്. RL സർക്യൂട്ട് നിങ്ങൾക്ക് അറിയാം എന്താണ്? ലാഗിങ് ആണ് അല്ലേ? RL സർക്യൂട്ട് ലാഗിങ് ആണ്. അതേപോലെ തന്നെ RC സർക്യൂട്ട് ആണ് ലീഡിംഗ് ആയിട്ടുള്ളത്. അതിൽ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. അതേപോലെ RLC സർക്യൂട്ട് എന്താണ്? RLC സർക്യൂട്ട് ലീഡിങ് ലാഗിങ് നമുക്ക് പറയാൻ പറ്റൂല. അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? എല്ലിന്റെയും സിന്റെയും വാല്യൂവിനനുസരിച്ച്. ഇഫ് XL ഗ്രേറ്റർ ദാൻ XC ആണെങ്കിൽ അത് ലാഗിങ് ആയിരിക്കും. ഇഫ് XC ഗ്രേറ്റർ ദാൻ XL ആണെങ്കിൽ അത് ലീഡിംഗ് ആയിരിക്കും. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ലാഗിങ് ആണ് ഇതിന്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ബി ലാഗിങ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ഓപ്ഷൻ ബി ആയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഒരുപാട് പേര് ടിക്ക് ചെയ്തിട്ടുണ്ട്. യെസ്, വെരി ഗുഡ്. The next question, the phasor form of capacitive reactance. പെട്ടെന്ന് ആൻസർ ചെയ്യാം. The phasor form of capacitive reactance. Question number 12, the phasor form of capacitive reactance. പെട്ടെന്ന് ആൻസർ ചെയ്യാം. The phasor form of capacitive reactance. 12ന്റെ ആൻസർ വന്നിട്ടുണ്ട്. യെസ്, അമീർ അലി ഓപ്ഷൻ ബി മാർക്ക് ചെയ്തിട്ടുണ്ട്. മൈ വാലറ്റ് ഓപ്ഷൻ ബി മാർക്ക് ചെയ്തിട്ടുണ്ട്. അജിത പ്രേം ഓപ്ഷൻ ബി മാർക്ക് ചെയ്തിട്ടുണ്ട്. റോബിൻ റോയ് ഓപ്ഷൻ ബി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഐശ്വര്യ ഓപ്ഷൻ ബി മാർക്ക് ചെയ്തിട്ടുണ്ട്. അജ്മൽ മൂസ ഓപ്ഷൻ ബി. പ്രണവ് ടി കെ, സ്റ്റെബിൻ തോമസ്. യെസ്, വെരി ഗുഡ്. ഒരുപാട് പേര് ഓപ്ഷൻ ബി മാർക്ക് ചെയ്തിട്ടുണ്ട്. കീപ് ഗോയിങ്. സോ ഇവിടെ ഇത് ചോദിച്ചിരിക്കുന്നത് ദ ഫേസർ ഫോം ഓഫ് കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആണ്. കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കപ്പാസിറ്റീവ് റിയാക്ടൻസ് വി ബൈ, നമ്മൾ എന്താ ചെയ്യുക? വി ബൈ ഐ ആണ്. വി നമ്മൾ റെഫറൻസ് എടുക്കുമ്പോൾ വി ആംഗിൾ 0. ഫേസർ ഫോം ആണ് നമ്മൾ നോക്കുന്നത്. ഇൻ കപ്പാസിറ്റൻസ് നിങ്ങൾക്കറിയാം കറണ്ട് എന്തായിരിക്കും? ലീഡിംഗ് ആയിരിക്കും. സോ വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് ഐ ആംഗിൾ 90 ഡിഗ്രി എന്ന് എടുക്കാം. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് വി ബൈ ഐ? വി ബൈ ഐ ഇസ് ഈക്വൽ ടു XC. ഓക്കെ, XC ആംഗിൾ മൈനസ് 90 ഡിഗ്രി. XC ആംഗിൾ മൈനസ് 90 ഡിഗ്രി. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ മെഷീൻസ് എന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. ദ അൾജിബ്രൈക് സം ഓഫ് ഇൻസ്റ്റന്റേനിയസ് ഫേസ് വോൾട്ടേജ് ഇൻ എ 3-phase സർക്യൂട്ട്. ഒരു 3-phase സർക്യൂട്ടിലെ സം ഓഫ് ഇൻസ്റ്റന്റേനിയസ് ഫേസ് വോൾട്ടേജ് അൾജിബ്രൈക് സം ആണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 13. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 13, ദി അൾജിബ്രൈക് സം ഓഫ് ദ ഇൻസ്റ്റന്റേനിയസ് ഫേസ് വോൾട്ടേജ് ഇൻ എ 3-phase സർക്യൂട്ട്. ആൻസേഴ്സ് വരട്ടെ. ഫേസ് വോൾട്ടേജ് ആണോ? ട്വൈസ് ദ ഫേസ് വോൾട്ടേജ് ആണോ? 0 ആണോ? നൺ ഓഫ് ദീസ് ആണോ? യെസ്, വരുന്നുണ്ട്. ആൻസേഴ്സ് വരുന്നുണ്ട്. ഓപ്ഷൻ സി ആണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. യെസ്, വെരി ഗുഡ്. റമീസ് അമീർ അലി ഓപ്ഷൻ സി മാർക്ക് ചെയ്തിട്ടുണ്ട്. പ്രണവ്, ഐശ്വര്യ, സഞ്ജന, മുഹമ്മദ് മിൻഷാദ്, സ്റ്റെബിൻ തോമസ് ഒക്കെ ഓപ്ഷൻ സി മാർക്ക് ചെയ്തിട്ടുണ്ട്. സഞ്ജന കേസ് 0 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഓപ്ഷൻ സി തന്നെ ആയിരിക്കണം. വർഷ PM സി മാർക്ക് ചെയ്തിട്ടുണ്ട്. യെസ്, നിങ്ങൾക്കറിയാം നമ്മളൊരു 3-phase വോൾട്ടേജ് നമ്മൾ വേവ് ഫോം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവുക? ഓക്കെ, ഈ ഒരു രീതിയിൽ ഉണ്ടാവും. 3 വേവ് ഫോമുകൾ ഉണ്ടാവും. 3 വേവ് ഫോമുകളായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതിൽ നിങ്ങൾ ഏതൊരു ഇൻസ്റ്റന്റിൽ എടുത്തു കഴിഞ്ഞാലും ഇതിന്റെ പോസിറ്റീവ് വാല്യൂം ഈ നെഗറ്റീവ് വാല്യൂം തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകും. അത് നിങ്ങൾ എവിടെ എടുത്തു കഴിഞ്ഞാലും, നിങ്ങൾ അറ്റ് എനി പോയിന്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആ പോസിറ്റീവ് വാല്യൂ നെഗറ്റീവ് വാല്യൂ ഇത് ക്യാൻസൽ ചെയ്ത് പോകുന്നുണ്ടാവും. ആ രീതിയിലായിരിക്കും 3-phase വോൾട്ടേജ് ഉണ്ടാവുക. സോ വി ക്യാൻ സേ ദാറ്റ് ദ വാല്യൂ ഇൻസ്റ്റന്റേനിയസ് അൾജിബ്രൈക് സം ഓഫ് ഇൻസ്റ്റന്റേനിയസ് ഫേസ് വോൾട്ടേജ് വിൽ ബി ഈക്വൽ ടു 0. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The relationship between the line and phase voltage of a delta connection എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡെൽറ്റ കണക്ഷനിൽ ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഓക്കെ, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ലൈൻ ആൻഡ് ഫേസ് വോൾട്ടേജ് ഓഫ് എ ഡെൽറ്റ കണക്റ്റഡ് സർക്യൂട്ട്. ആൻസേഴ്സ് വന്നു തുടങ്ങി. യെസ്, അപ്പൊ നിങ്ങൾ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങളെ മനസ്സിലേക്ക് സ്റ്റാർ കണക്ഷനും ഡെൽറ്റ കണക്ഷനും ഒക്കെ നിങ്ങളെ മനസ്സിലേക്ക് വരണം. അത് ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിലേക്ക് വരണം. സോ ഡെൽറ്റ കണക്ഷനിൽ ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും എന്താണ്? ലൈൻ വോൾട്ടേജ് വിൽ ബി ഈക്വൽ ടു ഫേസ് വോൾട്ടേജ്. നിങ്ങളുടെ ആൻസേഴ്സ് കറക്റ്റ് ആണ്. ലൈൻ വോൾട്ടേജ് വിൽ ബി ഈക്വൽ ടു, ഡെൽറ്റ കണക്ഷനിൽ ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഡെൽറ്റ കണക്ഷനിൽ ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും എന്തായിരിക്കും? ഈക്വൽ ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. യെസ്, റൈറ്റ് ആൻസർ. സോ VL is equal to VP. അതേപോലെ തന്നെ ലൈൻ കറണ്ടും ഫേസ് കറണ്ടും തമ്മിലുള്ള എക്സ്പ്രഷൻ നിങ്ങൾക്ക് അറിയാം. IL is equal to എന്താണ്? IL is equal to √3 into I phase ആണല്ലേ? IL equal to √3 into I phase. അതേപോലെ സ്റ്റാർ കണക്റ്റഡിൽ എന്താണെന്നുള്ളതും നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ, so let's move on to the next question. Yes, the line current in balanced delta system is 17.3 ampere. What is the phase current? Again,
ഒരേ ടോപ്പിക്ക് തന്നെ 2 ക്വസ്റ്റ്യൻ കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുള്ളതാണ് കുട്ടികളെ. കഴിഞ്ഞ തവണ ലാസ്റ്റ് ഇയർ എക്സാമിനേഷനിൽ സബ് എഞ്ചിനീയർ എക്സാമിനേഷനിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ദ ലൈൻ കറന്റ് ഇൻ എ ബാലൻസ്ഡ് ഡെൽറ്റ സിസ്റ്റം തന്നിട്ടുണ്ട്, എന്നിട്ട് വാട്ട് ഈസ് ദ ഫേസ് കറന്റ് എന്ന്. അപ്പൊ 2 ക്വസ്റ്റ്യൻ ഒരു ടോപ്പിക്ക് തന്നെ ഒരു ടോപ്പിക്ക് എന്നല്ല, ഒരു ചെറിയ മൈന്യൂട്ട് പോർഷൻ തന്നെ 2 ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 15 ആൻസേഴ്സ് വന്നു തുടങ്ങിയിട്ടുണ്ട്. യെസ്, ഹാരിഷ് ഓപ്ഷൻ ബി മാർക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റെബിൻ ഓപ്ഷൻ ബി. നിങ്ങളുടെ ആ ഒരു സ്റ്റാർട്ടിങ്ങിലുള്ള ആ ഒരു ആവേശം നിലനിർത്തണം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഒരു പരീക്ഷേനെ ഒരുപാട് കാലങ്ങളായിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകളാണ്. ഒരിക്കലും നിങ്ങൾ ഒരു സെക്കൻഡ് പോലും നിങ്ങളുടെ ആ ഒരു പ്രിപ്പറേഷന്റെ ആ ഒരു സ്പീഡ്, ലെവൽ ഓഫ് ആക്യുറസി ഒന്നും, ലെവൽ ഓഫ് ഡിറ്റർമിനേഷൻ ഒന്നും കുറയാൻ പാടില്ല. ആ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ആ ഒരു സ്ട്രാറ്റജി ആയിരിക്കണം നിങ്ങൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടത്. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്താണ് ആൻസർ വരിക? ഞാനിപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഇതിന്റെ ആൻസർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. IL-ഉം I-ഫേസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഞാൻ പറഞ്ഞു. IL is equal to √3 into I-face അല്ലേ? IL is equal to √3 into I-face. So I-face equal to IL divided by √3 എന്നുണ്ടാവും. That will be equal to ലൈൻ കറണ്ട് എത്രയാണ്? ലൈൻ കറണ്ട് 17.3. ലൈൻ കറണ്ട് 17.3. √3ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 1.7 എടുക്കാം. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 10 ആംപിയർ എന്നുണ്ടാവും. 10 ആംപിയർ. ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ഈ ഒരു ക്വസ്റ്റിന്റെ റൈറ്റ് ആൻസർ. വെരി ഗുഡ്, കീപ് ഗോയിങ്. കുറെ പേര്, ഒന്നോ രണ്ട് പേര് ഡി ആൻസർ ചെയ്തിട്ടുണ്ട്. അതെന്താന്ന് അറിയില്ല, ചെക്ക് ചെയ്യാം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 17. ഈ ക്വസ്റ്റ്യൻസുകൾ കാണുന്ന സമയത്തുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ്. അതായത് ഇത് ഇത്രയൊക്കെ ഉള്ളൂ, നമുക്ക് സബ് എഞ്ചിനീയർ എക്സാമിനേഷന് ഇത്രയൊക്കെ വരുന്നുള്ളൂ എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇത് മാത്രമല്ല കേട്ടോ, നമ്മൾ എൻട്രിയിൽ നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളൊന്നല്ല. അതൊക്കെ നമ്മൾ ഇപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ഡെപ്ത്, ഒരു ലെവൽ കൂടി മുകളിൽ നിന്നുകൊണ്ടാണ് പ്രീവിയസ് ഇയർ SSC, അതേപോലെ തന്നെ ഗേറ്റിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകൾ, മറ്റു ബോർഡ് എക്സാമുകൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, മറ്റു സ്റ്റേറ്റ് ബോർഡുകൾ, ഇലക്ട്രിസിറ്റി ബോർഡുകൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകൾ, അങ്ങനെ വൈഡ് വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസുകളാണ് എൻട്രിയിൽ ടോട്ടലി ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു PYQ സെഷൻസിൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ ചെയ്തതിനെക്കാട്ടിൽ എത്രയോ താഴ്ന്ന ലെവലുള്ള ക്വസ്റ്റ്യൻസുകളാണ് PYQ ആയിട്ട് വന്നിട്ടുള്ളത്. നമ്മൾ ഒരു സ്റ്റെപ്പ് മുകളിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ആ ക്വസ്റ്റ്യൻസുകൾ പിന്നീട് വളരെ ഈസി ആയിട്ട് മാറും. സോ ഇതിൽ കുറെ പേര് ആൻസേഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. ക്വസ്റ്റ്യൻ നമ്പർ 17 ആൻസർ ഡി മാർക്ക് ചെയ്തിട്ടുണ്ട്, എ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഡി ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ കൺഫ്യൂഷൻസിന് ഒരു ഇടം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് നിങ്ങൾ ടിപ്പിക്കലായിട്ട് പഠിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് മീറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ട്രൂ പവർ ആണ് കേട്ടോ. വാട്ട് മീറ്റർ ഇൻഡിക്കേറ്റ് ട്രൂ പവർ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 18. ക്വസ്റ്റ്യൻ നമ്പർ 18, കാൻഡില ഇസ് ദ യൂണിറ്റ് ഓഫ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാൻഡില ഇസ് ദ യൂണിറ്റ് ഓഫ്. എന്താ വരിക? കാൻഡില ഇസ് ദ യൂണിറ്റ് ഓഫ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാൻഡില ഇസ് ദ യൂണിറ്റ് ഓഫ്. കാൻഡില ഇസ് ദ യൂണിറ്റ് ഓഫ് എന്താണ്? ഓപ്ഷൻ ബി. യെസ്, luminous intensity is the right answer. Very good. Option B is the right answer. Luminous intensity. Candela is the unit of luminous intensity. നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിച്ചു വെക്കാവുന്ന ഒരു കോഡാണ് LIC എന്ന് പറയുന്ന കോഡ് അല്ലേ? luminous intensity candela. Okay, luminous intensity candela. ഓക്കെ, അതേപോലെ ബാക്കിയുള്ള യൂണിറ്റ്സുകളും നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ബാക്കിയുള്ള യൂണിറ്റ്സുകളും നിങ്ങൾ പഠിച്ചു വെക്കുക. ഇവിടെ കാൻഡില എന്ന് പറയുന്നത് ലൂമിനസ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് ആണ്. ഓപ്ഷൻ ബി ആണ്. കുറെ പേര് ആൻസർ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്, കീപ് ഗോയിങ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the MSCP of a lamp which gives out a total luminous flux of 400 pi. എന്തായിരുന്നു MSCP എന്ന് പറഞ്ഞാൽ? മെയിൻ സ്പെറിക്കൽ കാൻഡിൽ പവർ. മെയിൻ സ്പെറിക്കൽ കാൻഡിൽ പവർ. എന്താ മെയിൻ സ്പെറിക്കൽ കാൻഡിൽ പവർ കാണാനുള്ള ഇക്വേഷന്? മെയിൻ സ്പെറിക്കൽ കാൻഡിൽ പവറിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുക. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. മെയിൻ സ്പെറിക്കൽ കാൻഡിൽ പവർ കാണാനുള്ള ഇക്വേഷൻ anyone remembers equation for mean candle power? mean spherical candle power എന്താണെന്നറിയോ? anyone? yes, answer will be equal to MSCP. MSCP is equal to yes, lumens by 4 pi. That is total flux. Lumens is the total flux. Okay, total flux divided by 4 pi. ഈ 4 pi എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സോളിഡ് ആംഗിൾ ഇൻ സ്ഫിയർ ആണ് കേട്ടോ. സോ 4 pi എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സോളിഡ് ആംഗിൾ ഇൻ സ്ഫിയർ. സോ ടോട്ടൽ ഫ്ലക്സ് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് 400 pi divided by 4 pi which will be equal to 100. 100 ആയിരിക്കും നിങ്ങളുടെ ആൻസർ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി. ഇതേ ക്വസ്റ്റ്യൻ തന്നെ മീൻ ഹെമിസ്ഫെറിക്കൽ കാൻഡിൽ പവർ ചോദിച്ചിരുന്നെങ്കിൽ
ടോട്ടൽ ഫ്ലക്സ് ഡിവൈഡഡ് ബൈ 2π ആയിരിക്കും നമ്മുടെ ആൻസർ ഉണ്ടാവുക. ടോട്ടൽ ഫ്ലക്സ് ബൈ 2π ആയിരിക്കും മീൻ ഹെമിസ്ഫെറിക്കൽ കാൻഡിൽ പവർ ചോദിച്ചിരുന്നുണ്ടായിരുന്നെങ്കിൽ ആൻസർ സർ. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ഈ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഒരുപാട് പേര് ആൻസർ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ലെവൽ ഓഫ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ ഹൈ ആണെന്ന് എനിക്ക് ഈ ഒരു ആൻസർ ചെയ്യുന്ന രീതി കാണുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കീപ് ഗോയിങ്. നിങ്ങളാണ് എൻട്രിയുടെ ഈ രീതിയിലുള്ള പ്രിപ്പറേഷനാണ് നമുക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് എൻട്രിയിലെ എല്ലാ ടീച്ചേഴ്സിനും കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഒരു ടീച്ചേഴ്സ് ഡേ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത്. വളരെ മികച്ച പെർഫോമൻസ് ആണ് നിങ്ങൾ ഓരോരുത്തരും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാഗ്നറ്റിക് മെറ്റീരിയൽസ് ആർ ഹീറ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. നമ്മൾ അതിന്റെ അപ്ലിക്കേഷൻ ലെവൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇതൊക്കെ ഒരു +2 ലെവലുള്ള കുട്ടിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പോലും അവർ പറഞ്ഞു തരും. അവർ ഇലക്ട്രോസ്റ്റാറ്റിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവുന്ന ടോപ്പിക്കാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് മാഗ്നറ്റിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവുന്ന ടോപ്പിക്കെല്ലാം വരുന്ന ആൻസർ ആണ്. ഏതാണ്? ഹിസ്റ്ററിസിസ് ലോസ്, ഇലക്ട്രിക് ആർക്ക്, ഇലക്ട്രിക് കറന്റ്, റേഡിയേഷന്. ഏതാ ആൻസർ വരിക? പെട്ടെന്ന് ആൻസേഴ്സ് ടിക്ക് ചെയ്തേ. ആൻസേഴ്സ് വരട്ടെ. ആൻസേഴ്സ് യെസ്. 20th ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വന്നു തുടങ്ങി. ഓപ്ഷൻ എ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഓപ്ഷൻ ബി മാർക്ക് ചെയ്തിട്ടുണ്ട്, ഓപ്ഷൻ എ മാർക്ക് ചെയ്തിട്ടുണ്ട്. പല ആൻസേഴ്സ് ആണ് വരുന്നത്. എയും ബിയും മാറി മാറി വരുന്നുണ്ട്. ചെറിയ കൺഫ്യൂഷൻ വന്നു തോന്നുന്നു. എ വരുന്നുണ്ട്, ബി വരുന്നുണ്ട്, എയും ബിയും വരുന്നുണ്ട്. മാഗ്നറ്റിക് മെറ്റീരിയല് ഞാൻ പറയാൻ പോകുന്ന കാര്യം പോയിന്റ് ശ്രദ്ധിക്കുക. മാഗ്നറ്റിക് മെറ്റീരിയല് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഹിസ്റ്ററിസിസ് ലോസ് തന്നെയാണ് കേട്ടോ. ഹിസ്റ്ററിസിസ് ലോസ് ആണ് നമ്മൾ magnetic materials are heated എന്ന് പറയുന്നത് with the help of hysteresis laws. With the help of hysteresis laws. So let's move on to the next question. Question number 21. The electrode of a direct arc furnace is made of. ഇതൊരു എന്താ പറയാ, ഇതൊരു ടിപ്പിക്കൽ തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഒരു തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രോഡ് ഓഫ് എ ഡയറക്റ്റ് ആർക്ക് ഫർണസ് എന്ന് പറയുന്നത് ഗ്രാഫൈറ്റ് ആണ് കേട്ടോ ഇതിന്റെ ആൻസർ. ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ. നിങ്ങൾക്ക് ആൻസേഴ്സ് അറിയാമെന്ന് വിചാരിക്കുന്നത്. ഇതൊരു ഡയറക്റ്റ് ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 21 ഓപ്ഷൻ സി ഗ്രാഫൈറ്റ് ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, ഓപ്ഷൻ സി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ ആൻസേഴ്സ് പറഞ്ഞു പോയി. ഓക്കെ, സോറി ഫോർ ദ ട്രബിൾ. നിങ്ങൾ ആൻസേഴ്സ് പറയാ. ഓക്കെ, നിങ്ങൾ ആൻസേഴ്സ് വന്നിട്ടുണ്ട്. യെസ്, ഓപ്ഷൻ സി മാർക്ക് ചെയ്തിട്ടുണ്ട്. So let's move on to the next question. Question number 22. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. Induction is heating process is based on which of the following principle? ആ പേരിൽ തന്നെ ഉണ്ട് ആൻസർ. എന്താ ആൻസർ? പെട്ടെന്ന് പോരട്ടെ, വളരെ ക്വിക്ക് ആയിട്ട് ആൻസേഴ്സ് നിങ്ങൾ ടിക്ക് ചെയ്യട്ടോ. Induction is heating process is based on which of the following principle എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ആൻസർ വരിക? യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 22 ഓപ്ഷൻ ഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. അമീർ അലി മൈ വാലറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഡി. ആനി മാർക്ക് ചെയ്തിട്ടുണ്ട് ഡി. വർഷ, അഖിൽ സതീശൻ ഡി. അജ്മൽ മൂസ, ഐശ്വര്യ MR, ജംഷീന PT, സ്റ്റെബിൻ തോമസ് എല്ലാവരും ഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. പ്രണവ് കെ ഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. സഞ്ജന KS ഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഈ പേരിൽ തന്നെ ഉണ്ട്, ഇൻഡക്ഷൻ ഹീറ്റിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ആൻസർ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ ആണ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The speed of a 4-pole DC series motor at no load. Okay, at no load. Speed of a DC series motor at no load ആണ്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു സ്പീഡ് കാര്യം അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് വളരെ ക്വിക്ക് ആയിട്ട് ഇതിന്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് പറയാൻ പറ്റും. ശ്രദ്ധിക്കണേ, DC series motor at no load ആണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. DC series motor at no load. എന്തായിരിക്കും ആൻസർ? വളരെ ഫാസ്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞോളി. എന്താ ആൻസർ വരുന്നത്? യെസ്, 23 ഓപ്ഷൻ സി വന്നിട്ടുണ്ട്. യെസ്, ഓപ്ഷൻ സി വന്നിട്ടുണ്ട്. ആൻസേഴ്സ് വന്ന് ഡിഫറെന്റ് ആൻസേഴ്സുകൾ വരുന്നുണ്ട്. യെസ്, വെരി ഗുഡ്, കീപ് ഗോയിങ്. സോ നമ്മൾ ഇതിന്റെ ഒരു സ്പീഡ് കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് സ്പീഡാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഇവിടെ നമ്മൾ സ്പീഡ് എടുക്കുകയാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? കറണ്ട് എടുക്കുകയാണ്. നിങ്ങൾക്കറിയാം നോ ലോഡിൽ ഇതാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനീഷ്യലി നോ ലോഡിൽ കറണ്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. ആ സമയത്ത് സ്പീഡ് എന്തായിരിക്കും? ഇൻഫൈനൈറ്റ് ആയിരിക്കും. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ next question. The relationship between back EMF and applied voltage in case of DC motor is given as. വളരെ സിമ്പിൾ ആയിട്ടുള്ള ആൻസർ ആണ്. ഇതൊക്കെ ടിപ്പിക്കൽ ആയിട്ട് നിങ്ങളായിട്ട് ഡയഗ്രാം പോലും വരച്ചു നോക്കേണ്ട കാര്യമില്ല. നമുക്കത് മൈൻഡിലൊന്ന്, കാരണം നമ്മൾ ഒരുപാട് സമയം എടുത്ത് വരച്ചു നോക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു ഡയഗ്രാം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിന് ആൻസർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. എന്താണ് ആൻസർ? ആൻസർ മാർക്ക് ചെയ്തോളൂ. യെസ്, ഓപ്ഷൻ ബി മാർക്ക് ചെയ്തിട്ടുണ്ട്. ആനി മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരുപാട് എഴുതി നോക്കിയ പ്രാക്ടീസ്, നമ്മൾ ഒരു ക്വസ്റ്റിന് എത്ര ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ആൻസേഴ്സിലേക്ക് എത്തുന്നു എന്നുള്ളത് മാത്രമേ പ്രയോറിറ്റി ഉള്ളൂ. അല്ലാണ്ട് നമ്മളും അങ്ങനെ മാർക്ക് ചെയ്ത് വരയ്ക്കൊന്നും വേണ്ട.
അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി, ഇ ബി ഈക്വൽ ടു വി മൈനസ് ഐ എ ആർ എ ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി. ഇപ്പൊ നോക്കണേ, നമ്മൾ 24 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിനോടകം നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. ഈ 24 ക്വസ്റ്റ്യൻസിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് എത്രത്തോളം ആൻസേഴ്സ് കിട്ടിയിട്ടുണ്ടാവും എന്നുള്ളത്. ഉറപ്പായിട്ടും ഈ ക്ലാസ്സിൽ ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ ആളുകൾക്കും ഇതിനോടകം തന്നെ ഒരു 20 ക്വസ്റ്റ്യൻസുകളൊക്കെ ആൻസേഴ്സ് കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് എൻട്രിയുടെ ക്ലാസ്സിൽ നിന്ന് തന്നെ. സോ തീർച്ചയായിട്ടും കഴിഞ്ഞ തവണ വന്ന കട്ട് ഓഫ് കൂടി നിങ്ങൾ അറിയുന്ന സമയത്താണ് നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് പോയി നമുക്ക് പറയാൻ പറ്റുക. സോ അടുത്തത് ദ വോൾട്ടേജ് ഇക്വേഷൻ ഓഫ് എ ലോങ് ഷണ്ട് കോമ്പൗണ്ട് മോട്ടർ. അപ്പൊ അതിൽ ലോങ് ഷണ്ട് കോമ്പൗണ്ട് മോട്ടറിന്റെ ഡയഗ്രത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഡയഗ്രം ഒന്ന് വരച്ചു നോക്കുക. അത് വരയ്ക്കണം നിർബന്ധമൊന്നുമില്ല, അതെല്ലാം മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വെരി ഗുഡ്. സോ നമ്മുടെ ലോങ് ഷണ്ട് മോട്ടോർ നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ സോ ഇതായിരിക്കും നമ്മുടെ ഒരു ഡയഗ്രം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ആർ എസ് സി. ഓക്കെ, ആർ എസ് സി. വി ഇസ് ഈക്വൽ ടു ഇ ബി പ്ലസ് ഐ എ ഇൻറ്റു ആർ എസ് സി പ്ലസ് ഐ എ ഇൻറ്റു ആർ എ. So that will be equal to EB plus IA into RSC plus RA. RSC plus RA. Option B ആണ് റൈറ്റ് ആൻസർ. ഒരുപാട് പേര് ആൻസേഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. വെരി ഗുഡ്. കീപ് ഗോയിങ്. ഇതേപോലെ വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മളിപ്പോൾ 25 ക്വസ്റ്റ്യൻസുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആൻസേഴ്സ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സെഷൻ കഴിയുന്ന സമയത്ത് നിങ്ങളുടെ ടോട്ടൽ മാർക്ക് പറഞ്ഞതിന് ശേഷം ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങളോട് പറയുന്നുണ്ട്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. DC series motors are best suited in എന്നാണ്. അപ്പോൾ ഇതൊരു DC series മോട്ടറിന്റെ ആപ്ലിക്കേഷൻസുകൾ നിങ്ങൾ പഠിച്ചെടുക്കണം. ഓരോ ടൈപ്പ് ഓഫ് നമ്മൾ മെഷീൻസ് പഠിക്കുമ്പോൾ അതിന്റെ ആപ്ലിക്കേഷൻസ് കൂടി നിങ്ങൾ പഠിച്ചു വെക്കുക. ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ടുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ DC series മോട്ടർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. വാക്യൂം ക്ലീനറിൽ യൂസ് ചെയ്യാറുണ്ട്, ക്രെയിൻസിൽ യൂസ് ചെയ്യാറുണ്ട്, എയർ കംപ്രസറിൽ യൂസ് ചെയ്യാറുണ്ട്, അതേപോലെ ട്രാക്ഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന ആപ്ലിക്കേഷൻസിൽ DC series മോട്ടർ ബെസ്റ്റ് സ്യൂട്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ട്രാക്ഷന് വേണ്ടിയാണ്. ട്രാക്ഷൻ ആണ് ഇതിന്റെ ആൻസർ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ, ട്രാക്ഷൻ ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. യെസ്, കുറെ പേര് മാർക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ച് പേര് ബി ഒക്കെ മാർക്ക് ചെയ്തിട്ട് എന്താണെന്ന് അറിയില്ല. ബി അല്ല ആൻസർ, ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 27. ഇതൊരു സിമ്പിൾ തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ദ ഫിനോമിനൻ ഓഫ് റൈസ് ഇൻ വോൾട്ടേജ് അറ്റ് ദ റിസീവിംഗ് എൻഡ് ഓഫ് ദ ഓപ്പൺ സർക്യൂട്ട് ഓർ ലൈറ്റിംഗ് ലോഡ് ആർ കോൾഡ്. എന്താണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ആൻസർ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 27. യെസ്, ആൻസേഴ്സ് വന്നു കഴിഞ്ഞു. നമ്മൾ ഞാനിത് ക്വസ്റ്റ്യൻ വായിക്കുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ ആൻസേഴ്സ് വരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സെഷൻ മുന്നോട്ട് പോകുന്ന സമയത്തുണ്ടായ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. യെസ്, ഒരുപാട് പേര് ആൻസേഴ്സ് എഴുതി കഴിഞ്ഞു. ഓപ്ഷൻ ബി മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ടിപ്പിക്കലായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഫെറാൻറ്റി എഫക്റ്റ് ആണ് അല്ലെ? ഫെറാൻറ്റി എഫക്റ്റ് ആണ് ഇൻ ദ റൈസ് ഇൻ വോൾട്ടേജ് അറ്റ് ദ റിസീവിംഗ് എൻഡ്. ഓക്കെ, റൈസിംഗ് വോൾട്ടേജ് അറ്റ് ദ റിസീവിംഗ് എൻഡ് എന്ന് പറയുന്നത് ഫെറാൻറ്റി എഫക്റ്റ്. സോ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 28. ദ ഇൻസുലേഷൻ ഓഫ് മോഡേൺ എക്സ്ട്രാ ഹൈ വോൾട്ടേജ് ലൈൻസ് ഇസ് ഡിസൈൻ ബേസ്ഡ് ഓൺ എന്നാണ്. ദ ഇൻസുലേഷൻ ഓഫ് മോഡേൺ എക്സ്ട്രാ ഹൈ വോൾട്ടേജ് ലൈൻസ് ഇസ് ഡിസൈൻഡ് ബേസ്ഡ് ഓൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ട്രാൻസ്മിഷൻ ലൈനിൽ നമ്മൾ ട്രാൻസ്മിഷൻ ലൈൻ ഇൻസുലേഷൻ ഡിസൈൻ ചെയ്യുന്നത് 2 ക്രൈറ്റീരിയ വെച്ചിട്ടാണ്. ട്രാൻസ്മിഷൻ ലൈൻ ഇൻസുലേഷൻ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് 2 ക്രൈറ്റീരിയ വെച്ചിട്ടാണ്. ഓക്കെ, ഒന്നാമത്തെ ക്രൈറ്റീരിയ ലൈറ്റിംഗ് ഓവർ വോൾട്ടേജ്, അതേപോലെ തന്നെ സ്വിച്ചിങ് ഓവർ വോൾട്ടേജ്. അപ്പൊ ഇത് ലൈറ്റിംഗ് ഓവർ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഒരു ബിലോ 345 kV ഒക്കെ ആണെങ്കിൽ, ബിലോ 345 kV ആണെങ്കിൽ ഇതും, അതേപോലെ തന്നെ എബോവ് 345 ആണെങ്കിൽ സ്വിച്ചിങ് ഓവർ വോൾട്ടേജും ആണ് നമ്മൾ പ്രിഫർ ചെയ്യാറുള്ളത്. ഓക്കെ, സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എക്സ്ട്രാ ഹൈ വോൾട്ടേജ് ആണ്. എക്സ്ട്രാ ഹൈ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 400 kV ആയിരിക്കും അല്ലെ? അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ട്രാൻസ്മിഷൻ ലൈൻ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഏതായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യാം? എബോവ് 345 ആവുന്ന സമയത്ത് നമ്മൾ സ്വിച്ചിങ് ഓവർ വോൾട്ടേജ് ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. യെസ്, ഒരുപാട് പേര് മാർക്ക് ചെയ്തിട്ടില്ല, കുറച്ച് പേരെ മാർക്ക് ചെയ്തിട്ടുള്ളൂ. അഖിൽ സതീശൻ ഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫെമി ഫ്രാൻസിസ് ഓപ്ഷൻ ഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. അജ്മൽ മൂസ മൈ വാലറ്റ് ഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ കുറച്ച് പേര് ആ ഒരു ചെറിയ കോൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആക്കി വെക്കുക. പവർ സിസ്റ്റത്തിൽ വരുന്നതാണ് ആ ഒരു ഇൻസുലേഷന്റെ ആ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 29. ദ ഓൺലി അഡ്വാൻറ്റേജ് ഓഫ് കൊറോണ ഇസ് ദാറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിക്കും ഈ ക്വസ്റ്റിന് ഈവൻ ദോ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പോലും ഇതിന്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് ഈ ഓപ്ഷൻസ് നിന്ന് കിട്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്.
ഈ ഒരു ഓപ്ഷൻസിൽ ഇതിന്റെ ആൻസർ ഉണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദ ഓൺലി അഡ്വാൻറ്റേജ് ഓഫ് കൊറോണ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ കൊറോണ അല്ല, എന്താണ് ഇത്? പവർ സിസ്റ്റത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ആ ഒരു കൊറോണ എഫക്ട് അല്ലേ? നമ്മൾ കൊറോണയെ നേരത്തെ ഡീൽ ചെയ്ത് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഈ കൊറോണ ഇപ്പോൾ അടുത്താണ് വന്നതെങ്കിൽ നമ്മൾ പവർ സിസ്റ്റത്തിൽ വളരെ നേരത്തെ തന്നെ പഠിച്ചിട്ടുള്ളതാണ് കൊറോണ എഫക്ട് ഒക്കെ. സോ ഇവിടെ ഞാൻ ഓപ്ഷൻസിൽ നിന്ന് ആൻസർ കിട്ടുമെന്ന് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഓപ്ഷൻസ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഡ്യൂസസ് എ പ്ലസിംഗ് ലൂമിനസ് ഗ്ലോ, അതേപോലെ ബെറ്ററേസ് പ്രസൻസ് ഓഫ് ഹീസിംഗ് സൗണ്ട്, മേക്സ് ലൈൻ കറന്റ് നോൺ സിനുസോയിഡൽ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ടാണ് നമ്മൾ പറയാനുള്ളത്, അതിന്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട്. ഓക്കെ, കാരണം ഇതൊക്കെ ഇതിന്റെ നെഗറ്റീവ്. ഇപ്പൊ നോൺ സിനുസോയിഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത് ഹാർമോണിക്സ് ക്രിയേറ്റ് ചെയ്യും, അതുകൊണ്ട് തന്നെ ലോസ് കൂടുതലായിരിക്കും. അതൊരിക്കലും പവർ സിസ്റ്റത്തിൽ ഫേവറബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതേപോലെ ഹിസിംഗ് സൗണ്ട് ആണെങ്കിലും പ്ലസിംഗ് ലൂമിനസ് ഗ്ലോ ആണെങ്കിലും ഇതിൽ നമുക്ക് യൂസ്ഫുൾ ആവുന്ന ഒരേ ഒരു കാര്യം, അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് ആയിട്ട് പറയാവുന്ന ഒരേ ഒരു കാര്യം ഓപ്ഷൻ എ മാത്രമാണ്. വർക്ക് ആസ് എ സേഫ്റ്റി വാൽവ് ഫോർ സർജസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഇവിടെ റൈറ്റ് ഓപ്ഷൻ ആയിട്ട് ഇവിടെ സ്യൂട്ട് ആവുന്നുള്ളൂ. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ക്വസ്റ്റ്യൻ നമ്പർ 13. കമ്മ്യൂട്ടേറ്റർ ഇൻ എ DC മെഷീൻ ക്യാൻ കൺവേർട്ട്. ഇവിടെ പല ആളുകൾക്കും കൺഫ്യൂഷൻ ഉണ്ടാവും, ഇത് AC to DC ആണോ DC to AC ആണോ എന്നുള്ള കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടി നിങ്ങൾ റീഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും DC മെഷീൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. DC മെഷീൻസ്. അപ്പൊ DC മെഷീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ പ്രത്യേകിച്ച് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവും തോന്നുന്നില്ല. അതെന്തായിരിക്കും? അത് AC to DC കൺവേർഷൻ നടക്കുന്നുണ്ടാവും, DC to AC കൺവേർഷൻ നടക്കുന്നുണ്ടാവും. ഓപ്ഷൻ സി ആയിരിക്കും റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ഇസ് എ റൈറ്റ് ആൻസർ. So let's move on to the next question. Question number 31. In circuit breaker, the contact space is ionized by എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. 31. Question number 31. In circuit breaker, the contact space is ionized by field emission from the contact surface, thermal emission from the contact surface, thermal ionization of gases. നിങ്ങൾ ഈ സർക്യൂട്ട് ബ്രേക്കറിന്റെ ഈ ഒരു അയണൈസേഷൻ ആ ഒരു പ്രോസസ്സ് നിങ്ങൾ പവർ സിസ്റ്റം പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ പഠിച്ചിട്ടുണ്ടാവും. ഫീൽഡ് എമിഷൻ കാരണം, അതേപോലെ തെർമൽ എമിഷൻ കാരണമുണ്ട്, തെർമൽ അയണൈസേഷൻ കാരണം. ഇതൊക്കെ എന്തിന് കാരണമാകുന്നുണ്ട്? ആ ഒരു സ്പേസ്, കോണ്ടാക്ട് സ്പേസ് അയണൈസ് ചെയ്യാൻ കാരണമാകുന്നുണ്ട്. സോ ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത് എനി ഓഫ് ദ എബോവ്. ഇതൊക്കെ അതിന്റെ റീസൺ ആണ്. ഇതിൽ ഫീൽഡ് എമിഷൻ ഫ്രം ദ കോണ്ടാക്ട് സർഫസ്, തെർമൽ എമിഷൻ ഫ്രം ദ കോണ്ടാക്ട് സർഫസ്, തെർമൽ അയണൈസേഷൻ ഓഫ് ദ ഗ്യാസസ്. ഇത് മൂന്നും എന്തിന് തന്നെ കാരണമാകുന്നുണ്ട്? ഇത് മൂന്നും എന്തിന് കാരണമാകുന്നുണ്ട്? ആ ഒരു കോണ്ടാക്ട് സ്പേസ് അയണൈസ് ചെയ്യാൻ കാരണമാകുന്നുണ്ട്. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. കുറെ പേര് ഓപ്ഷൻ സി മാർക്ക് ചെയ്തിട്ടുണ്ട്. തെർമൽ അയണൈസേഷൻ മാത്രമല്ല, ഫീൽഡ് എമിഷനും തെർമൽ എമിഷനും അതിന് കാരണമാകുന്നുണ്ട്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 32. IS കോഡ് പ്രാക്ടീസ് ഫോർ എർത്തിങ്. ഏതാണ്? ഇതൊരു ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു ഡയറക്റ്റ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കേണ്ട ഒരു ഏരിയ ആണ്. ഡിസൈൻ എസ്റ്റിമേഷൻ കോസ്റ്റിംഗിൽ വരുന്ന ഒരു ഏരിയ ആണ്. IS 3043 ആണ് എർത്തിങ്. അപ്പൊ ഇതിൽ ഒരു കോഡ് കൂടി നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിച്ചേക്കണം, IS 732. ഈ IS 732 നിങ്ങൾ ഓർത്തിരിക്കാൻ ഞാൻ പറയാൻ കാരണം മറ്റൊന്നുമല്ല, അത് വയറിങ്ങിന്റെ കോഡാണ്. IS കോഡ് ഫോർ വയറിംഗ് ആണ് IS 732 എന്ന് പറയുന്നത്. ഇതിന്റെ ആൻസർ IS കോഡ് ഫോർ പ്രാക്ടീസ് ഫോർ എർത്തിങ്ങിന്റെ ആൻസർ IS 3043 ആണ്. ഓക്കെ, IS 3043 ആണ്. ബാക്കിയുള്ള രണ്ട് സിവിലുമായി റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് IS കോഡാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ റെഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ കുറെ പേര് ആൻസേഴ്സ് ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 33. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഏരിയ ഇസ് പ്രിഫേർഡ് ഫോർ സോളാർ പ്ലാന്റ്സ്? നമ്മൾ ചിലപ്പം ഈ റിന്യൂവബിൾ എനർജി സോഴ്സ് ഒന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടില്ല എന്ന് വിചാരിക്കാം. ഈവൻ ദോ നമ്മുടെ എൻട്രിയിൽ റിന്യൂവബിൾ എനർജിന്റെ ടോപ്പിക് പോലും വളരെ നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. എവറി ടോപ്പിക് നമ്മൾ എൻട്രിയിൽ ഈച്ച് ആൻഡ് എവറി ടോപ്പിക് കവർ ചെയ്തിട്ടുണ്ട്. റിന്യൂവബിൾ എനർജി റിസോഴ്സസ് സിബിൻ സാറാണ് ഡീൽ ചെയ്തിട്ടുള്ളത്, ക്ലാസ് എടുത്തിട്ടുള്ളത്. സോ അവിടെയും വരുന്ന ഒരു ടോപ്പിക്കാണ്. ഈവൻ ദോ ചിലപ്പം ഈ ക്വസ്റ്റ്യൻ ഒന്നും നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ ആൻസേഴ്സിലേക്ക് എത്താൻ പറ്റും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഏരിയ ഇസ് പ്രിഫേർഡ് ഫോർ സോളാർ പ്ലാന്റ്സ് എന്നാണ്. നിങ്ങൾ നിങ്ങളുടേതായ ഒരു കോമൺ സെൻസ് യൂസ് ചെയ്താൽ തന്നെ ഇതിന്റെ ആൻസർ കിട്ടും. കോസ്റ്റൽ ഏരിയയിലാണോ സാധാരണ വെക്കാറുള്ളത്, അല്ലെങ്കിൽ മൗണ്ടെയിൻ ടോപ്സിൽ നമ്മൾ വിൻഡ് മില്ലൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പക്ഷെങ്കിൽ സോളാർ പ്ലാന്റ്സുകൾ നമ്മൾ അങ്ങനെയൊന്നും കാണാറില്ല. ഹൈ റെയിൻഫോൾ സോൺസിൽ അതെന്തായാലും പറ്റില്ല, ഉറപ്പല്ലേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ റെയിൻഫോൾസിൽ അവിടെ എന്താണ്, അവിടെ നമുക്ക് വേണ്ടത്ര സൂര്യപ്രകാശ് സൺലൈറ്റ് കിട്ടാത്തത് കൊണ്ട്. അപ്പൊ നമ്മൾ എവിടെയാണ് ഇത് യൂസ് ചെയ്യുക? ഹോട്ട് ആരിഡ് സോൺസിലാണ് നമ്മൾ യൂസ് ചെയ്യുക. ഹോട്ട് ആരിഡ് സോൺസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സോളാർ പ്ലാന്റ്സ് യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ. കുറെ പേര് ആൻസേഴ്സ് ടിക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ,
Then അടുത്തത് the disadvantages of renewable source of energy. അപ്പൊ ഞാൻ പറഞ്ഞു റിന്യൂവബിൾ എനർജി സോഴ്സ് അത്ര പ്രധാനപ്പെട്ട ടോപ്പിക് ഒന്നും അല്ല എന്ന് ഞാൻ പറഞ്ഞെങ്കിലും കഴിഞ്ഞ തവണ 2 ക്വസ്റ്റ്യൻസുകൾ ഇതിങ്ങനെ തന്നെ വരണം വരാതിരിക്കാം, അത് ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ ലക്ക് എന്നുള്ളതാണ്. നമ്മൾ കൂടുതൽ പഠിച്ച ടോപ്പിക് ആയിരിക്കും വരിക, ചിലപ്പോൾ ഇതേപോലുള്ള ടോപ്പിക് ഒന്നും വരുന്നുണ്ടാവാം. സോ ഇവിടെ ദ ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി ഈസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ എ ഇന്റർമിറ്റൻസി, ഓപ്ഷൻ ബി അവൈലബിലിറ്റി ഇൻ ലോ എനർജി ഡെൻസിറ്റി, ലാക്ക് ഓഫ് ഡിപ്പെൻഡബിലിറ്റി. ഇതിൽ ഏതാ ആൻസർ? യെസ്, കുറെ പേര് ആൻസേഴ്സ് എഴുതി തുടങ്ങിയിട്ടുണ്ട്. യെസ്, ഓപ്ഷൻ ഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. അഞ്ജിത് കൃഷ്ണ, റേഷ രഗ്മി ഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. അമീർ അലി ഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. സജില, ഐശ്വര്യ ഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. യെസ്, അപ്പൊ നമുക്ക് നോക്കാം. ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസുകൾ മുഴുവൻ എന്താണ്? ഡിസ്അഡ്വാൻറ്റേജസ് ആണ്. ഇന്റർമിറ്റൻസി ആണെങ്കിലും ശരി, ലോ എനർജി ഡെൻസിറ്റി ആണെങ്കിലും ശരി, ലാക്ക് ഓഫ് ഡിപ്പെൻഡബിലിറ്റി ആണെങ്കിലും ശരി, ഇതൊക്കെ ഡിസ്അഡ്വാൻറ്റേജസ് ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. So let's move on to the question number 35. The iron core in a transformer provides dash path to the main flux എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ അയൺ കോർ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് തന്നെ നമ്മുടെ കൂടുതൽ ഫ്ലക്സ് പാസേജിന് വേണ്ടിയാണ്. അപ്പോൾ കൂടുതൽ ഫ്ലക്സ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ പാത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ലോ റിലക്റ്റൻസ് പാത്ത് ആയിരിക്കണം. ലോ റിലക്റ്റൻസ് പാത്ത്. യെസ്, ആൻസേഴ്സ് വന്നിട്ടുണ്ട്. ഹൈ റിലക്റ്റൻസ് എന്നാണ് കുറെ പേര് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഹൈ റിലക്റ്റൻസ് അല്ല, ലോ റിലക്റ്റൻസ് പാത്ത് ആണ് ഇതിന്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. കൂടുതൽ ഫ്ലക്സ്, മോർ ഫ്ലക്സ്, ആ ഒരു ഫ്ലക്സ് ലിങ്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അയൺ കോർ ഒക്കെ യൂസ് ചെയ്യുന്നതും ആ ഒരു പർപ്പസിന് വേണ്ടിയാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൾട്ടർനേറ്റർ ഡ്രിവൺ ബൈ സ്റ്റീം ടർബൈന്. ഇത് ഒരുപാട് പേര് തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് പേര് ഡയറക്റ്റ് ആൻസേഴ്സ് ചെയ്ത് തെറ്റിപ്പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 36, an alternator driven by steam turbine. യെസ്, ഓപ്ഷൻ എ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഓപ്ഷൻ എ ബി മാർക്ക് ചെയ്തിട്ടുണ്ട്, ഓപ്ഷൻ ബി മാർക്ക് ചെയ്തിട്ടുണ്ട്, ഓപ്ഷൻ എ മാർക്ക് ചെയ്തിട്ടുണ്ട്. യെസ്, ഓപ്ഷൻ എ സി ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാം ആയി. ഡി ഒഴികെ ബാക്കി എല്ലാം നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആൾട്ടർനേറ്റർ ഡ്രിവൺ ബൈ സ്റ്റീം ടർബൈൻ എന്ന് പറയുന്നത് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരിക സ്റ്റീം ജനറേറ്റർ ആണെന്നാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. ഒരിക്കലും അല്ല, ഇത് ടെർബോ ജനറേറ്റർ ആണ്. പവർ സിസ്റ്റം നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ആൾട്ടർനേറ്റർ ഡ്രിവൺ ബൈ സ്റ്റീം ടർബൈൻ എന്ന് പറയുന്നത് ടെർബോ ജനറേറ്റർ ആണ്. ഓക്കെ, ടെർബോ ജനറേറ്റർ. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ക്വസ്റ്റ്യൻ നമ്പർ 37. ഇൻ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ, നിങ്ങൾക്കറിയാം സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൽ സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്ന് പറയുന്നത് എന്താണ്? ആൻസേഴ്സ് വരട്ടെ വളരെ ഫാസ്റ്റ് ആയിട്ട്. നമ്മൾ ഈ ഒരു ഫൈനൽ സെഷൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി കഴിഞ്ഞാൽ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യും. ഇൻ എ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ ദ സ്റ്റാർട്ടിംഗ് ടോർക്ക് ഈസ്, സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്താണ്? യെസ്, ആൻസേഴ്സ് വന്നു തുടങ്ങിയിട്ടുണ്ട്. യെസ്, ഓപ്ഷൻ സി ഹൈ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ എ, ഓപ്ഷൻ സി, ഓപ്ഷൻ എ. മെഷീൻസ് ഒക്കെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എടുത്ത ടോപ്പിക്കാണ് കേട്ടോ. മെഷീൻസ് ഒക്കെ അതൊന്നും ഒരിക്കലും നിങ്ങൾ ബാക്കോട്ട് പോരുത്. സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൽ സ്റ്റാർട്ടിംഗ് ടോർക്ക് 0 ആണ്. നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അത് സെൽഫ് സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ഏതാണ്? 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറാണ് സെൽഫ് സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ളത്. മറന്നു പോരുത്. സിംഗിൾ ഫേസിൽ സ്റ്റാർട്ടിംഗ് ടോർക്ക് 0 ആയതുകൊണ്ടാണ് നമ്മൾ ഡിഫറെന്റ് സ്റ്റാർട്ടിംഗ് മെത്തേഡ്സുകൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഫാനിലൊക്കെ നമ്മൾ കപ്പാസിറ്റർ ഒക്കെ യൂസ് ചെയ്യുന്നത് ആ ഒരു പർപ്പസിന് വേണ്ടിയാണ്. സോ നമ്മൾ മനസ്സിലാക്കണം, ഒരു സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൽ സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്ന് പറയുന്നത് 0 ആണ്. ഓപ്ഷൻ എ ആണ് കേട്ടോ, ഓപ്ഷൻ എ ആണ്. സോ മെഷീൻസ് ഒക്കെ ഒന്നുകൂടി റെഡി ആയി വരാനുണ്ടെന്ന് തോന്നുന്നു. കുറെ പേര് ആൻസേഴ്സ് തെറ്റിച്ചിട്ടുണ്ട്. സോ ആ ഒരു കൺഫ്യൂഷൻ ഒക്കെ ക്ലിയർ ചെയ്യാൻ ചെറിയ റിവിഷൻ പ്രോഗ്രാമുകൾ, റിവിഷൻ ക്ലാസ്സുകളൊക്കെ, റിവിഷൻ നിങ്ങളുടേതായ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് മുന്നോട്ട് പോകാൻ കഴിയും. അടുത്തത്, ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ ക്യാൻ മെഷർ. ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ ക്യാൻ മെഷർ DC പവർ, AC പവർ, DC ആസ് വെൽ ആസ് AC പവർ. ആൻസർ പറഞ്ഞേ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സി ആണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. കൃഷ്ണകുമാർ, അജ്മൽ മൂസ, അമീർ അലി, വർഷ, ഐശ്വര്യ, അനീഫ് ഒക്കെ സി മാർക്ക് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് DC ആസ് വെൽ ആസ് AC. ഇത് രണ്ടും മെഷർ ചെയ്യാം കേട്ടോ. ഇത് രണ്ടും മെഷർ ചെയ്യാൻ പറ്റും ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്ററിൽ. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 39. ഇത് നമ്മുടെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ ആകെ ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് മെയിനായിട്ട് വന്നിട്ടുള്ളത്. സോ A+B × A+C നമുക്കത് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്താൽ മതി. A+B × A+C which is equal to A × A plus A × C plus B × A plus B × C. ഞാൻ ജസ്റ്റ് ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തത്.
സോ എ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എന്തിനാണ് എ തന്നെ അല്ലേ. സോ എ പ്ലസ് എ സി പ്ലസ് ബി എ പ്ലസ് ബി സി. നമ്മൾ ഇത് രണ്ടും കൂടി നോക്കുന്ന സമയത്ത് എ നമുക്ക് എന്ത് ചെയ്യാം, പുറത്തേക്ക് എടുക്കാം. സോ എ ഇൻറ്റു 1 പ്ലസ് സി. 1ന്റെ കൂടെ എന്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെന്നാ കിട്ടുക, 1ന്റെ കൂടെ എന്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാലും 1 തന്നെയാണ് കിട്ടുക. സോ യു വിൽ ഗെറ്റ് വിച്ച് ഇസ് ഈക്വൽ ടു എ 1 പ്ലസ് എന്ന് പറഞ്ഞാൽ 1 തന്നെ. സോ എ ഇൻറ്റു 1 എ. സോ എ പ്ലസ് ബി എ പ്ലസ് ബി സി എന്നുണ്ടാവും. സോ ഇവിടെ രണ്ട് ടേംസിൽ നിന്നും ഈ രണ്ട് ടേംസിൽ നിന്നും ഞാൻ എന്ത് ചെയ്യാണ്, ഈ രണ്ട് ടേംസിൽ നിന്നും ഞാൻ എനെ കോമൺ ഫാക്ടർ ആക്കിയിട്ട് പുറത്തേക്ക് എടുക്കുകയാണ്. സോ എനെ കോമൺ ഫാക്ടർ ആക്കി കഴിഞ്ഞാൽ 1 പ്ലസ് ഡി എന്ന് വരും, പ്ലസ് ബി സി എന്നുണ്ടാവും. 1 പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്, 1 എന്നാണ്. സോ 1 ഇൻറ്റു എ എ. സോ യുവർ ആൻസർ വിൽ ബി ഈക്വൽ ടു എ പ്ലസ് ബി സി ആയിരിക്കും. ഓക്കെ, എ പ്ലസ് ബി സി. സോ എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി സി എന്നുള്ളത്. ഒരു പക്ഷേ ചിലപ്പോൾ സിംപ്ലിഫിക്കേഷന് വേണ്ടി നമ്മുടെ ഡിജിറ്റൽ സാർ ഓൾറെഡി പറഞ്ഞിട്ടുള്ള പോയിന്റിനായിരിക്കും എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് സി വന്നു കഴിഞ്ഞാൽ എ പ്ലസ് ബി സി എന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്കത് സിംപ്ലിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുകയും ചെയ്യാൻ പറ്റും. സോ ഈ ഒരു ക്വസ്റ്റിന് എൻ്റെ ആൻസർ എ പ്ലസ് ബി സി ഓപ്ഷൻ ബി ആണ്. യെസ്, കുറെ പേര് മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതോടുകൂടി നമ്മൾ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു സെഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പോരുത്, 1-2 കാര്യങ്ങൾ നിങ്ങളെടുത്ത് പറയാനുണ്ട്. അതിനുശേഷം നമുക്ക് നിങ്ങളുടെ മാർക്ക് കൂടി നിങ്ങൾ കമന്റ് ചെയ്തതിന് ശേഷമേ ഈ സെഷൻ നിങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യാവൂ. അറ്റ് ഇനീഷ്യൽ കണ്ടീഷൻ ടി ഈസ് ഈക്വൽ ടു 0 ദ ഇൻഡക്ടർ ആക്ട് ആസ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾക്കറിയാം ഇൻഡക്ടറിന്റെ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എക്സൽ ഈസ് ഈക്വൽ ടു എന്താണ്, 2πfl ആണ് അല്ലേ. ഓർ വി കൻ റൈറ്റ് ഇറ്റ് ആസ് 2πl ഡിവൈഡഡ് ബൈ ടി. അപ്പം ടി ഈസ് ഈക്വൽ ടു 0 ആകുന്ന സമയത്ത് എക്സലിന്റെ വാല്യൂ അറ്റ് ടി ഈസ് ഈക്വൽ ടു 0, at t is equal to 0 xl will be equal to എന്തായിരിക്കും, ഇൻഫിനിറ്റി ആയിരിക്കും. ഈ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിട്ടാണ് ആക്ട് ചെയ്യുക, ഓപ്പൺ സർക്യൂട്ട് ആയിട്ടാണ് ആക്ട് ചെയ്യുക. ഓക്കെ, അറ്റ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഓപ്പൺ സർക്യൂട്ട്. റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി ആണെന്ന് പറഞ്ഞാൽ അതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അതെന്താണ്, ഓപ്പൺ സർക്യൂട്ട് ആയിട്ടാണ് ആക്ട് ചെയ്യുക. ഓപ്ഷൻ എ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 40യുടെ ആൻസർ. ഓപ്ഷൻ എ, ഓപ്പൺ സർക്യൂട്ട് ഈസ് എ റൈറ്റ് ആൻസർ. ഓക്കെ, സോ ഞാൻ ഈ ഒരു സെഷനിൽ നിങ്ങളെടുത്ത് പറഞ്ഞു ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ടെന്ന്. എൻ്റെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു 40 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നിങ്ങളെടുത്ത് ജസ്റ്റ് 40 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് ഇയർ നടന്ന എക്സാമിനേഷനിൽ 100 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 80 ക്വസ്റ്റ്യൻസ് ടെക്നിക്കലും 20 ക്വസ്റ്റ്യൻസ് നോൺ ടെക്നിക്കൽ എന്ന് പറഞ്ഞാൽ ജനറൽ നോളജ് ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യം ആ 20 ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും, ടെക്നിക്കലായിട്ടാണ് വരിക. അപ്പോൾ ആ 80 ക്വസ്റ്റ്യൻസിൽ തന്നെ 40 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനിയും 40 ക്വസ്റ്റ്യൻസ് പ്ലസ് ഒരു 20 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാനുണ്ട്, അഡീഷണൽ ആയിട്ട് ചെയ്യാനുണ്ട്. ഒരു 60 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാനുണ്ട്. ജനറൽ നോളജിലൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസുകളൊക്കെ ഒരുപാട് ഉണ്ടാവാറുണ്ട്. എല്ലാവരും ഒരു 10 ക്വസ്റ്റ്യനൊക്കെ എന്തായാലും ജനറൽ നോളജിൽ അറ്റൻഡ് ചെയ്യാറുണ്ട്. കഴിഞ്ഞ തവണ വന്ന കട്ട് ഓഫ്, റാങ്ക് ലിസ്റ്റിന് വന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് 39 മാർക്കാണ് വന്നിരിക്കുന്നത്. 39 മാർക്കാണ് കട്ട് ഓഫിന് വന്നിരിക്കുന്നത്. ഈ ഒരു 40 ക്വസ്റ്റ്യനിൽ തന്നെ നിങ്ങൾക്ക് എന്തായാലും ഒരു 30-35 മാർക്സ് ഉറപ്പായിട്ട് കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾ കമന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് നിങ്ങൾ ഇവിടെ താഴെ കമന്റ് ചെയ്യുക. ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാവരും കമന്റ് ചെയ്യാൻ ശ്രമിക്കട്ടോ. നിങ്ങൾ എത്ര ആൻസർ ചെയ്തിട്ടുണ്ട്. നെഗറ്റീവ് മാർക്സ് ഉണ്ട്. നെഗറ്റീവ് മാർക്സ് 1/4 -1/4. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് നെഗറ്റീവ് 1/4. തെറ്റിക്കഴിഞ്ഞാൽ 1/4. അൺഅറ്റംപ്റ്റഡ് ആണെങ്കിൽ നെഗറ്റീവ് മാർക്സ് കൺസിഡർ ചെയ്യേണ്ട കാര്യമല്ല. സോ ഇവിടെ എൻ്റെ പോയിന്റ് ഇതാണ്, നമ്മൾ ഈ ഇത്രയും കുറഞ്ഞ ക്വസ്റ്റ്യൻസിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും, കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. അതിന് കട്ട് ഓഫിനോട് ചേർന്നൊരു മാർക്ക് കിട്ടി. ഇനി വരാൻ പോകുന്നതൊക്കെ ബോണസ് ആണ്. ഇനി വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസുകളൊക്കെ ബോണസ് ആണ്. അതിൽ ടഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞു അതിൽ ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്നിട്ട് പോലും 39 കട്ട് ഓഫ് വന്നിട്ടുള്ളൂ. ഈ കട്ട് ഓഫ് വന്നിട്ടുള്ളത് എക്സാം ടഫ് ആയതുകൊണ്ട് മാത്രമല്ല, നിങ്ങൾക്ക് വരുന്ന വേക്കൻസിയുടെ നമ്പേഴ്സ് വളരെ ഹൈ ആയതുകൊണ്ടാണ്. വളരെ ഹൈ ആയിട്ടുള്ള കട്ട് ഓഫ് ആണ്, വളരെ ഹൈ ആയിട്ടുള്ള വേക്കൻസീസ് ആണ് സബ് എഞ്ചിനീയർ ലെവലിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. സബ് എഞ്ചിനീയർക്ക് ഏറ്റവും ചുരുങ്ങിയത് സ്റ്റാർട്ടിങ്ങിൽ ചിലപ്പോൾ 150-200 എന്നൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് കാണാൻ പറ്റും. അതൊന്നും കണ്ട് ബോധർ ചെയ്യേണ്ട കാര്യമില്ല. എന്തായാലും ഒരു 700-750 വേക്കൻസി ഉറപ്പായിട്ടും അടുത്ത ഈ എക്സാമിനേഷനിലും നിങ്ങൾക്ക് കവർ ചെയ്യും. കാരണം അടുത്തൊരു 3 വർഷം കൂടി കഴിയുന്ന സമയത്തെ നമുക്ക് ആ റാങ്ക് ലിസ്റ്റ് അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള പോസ്റ്റിങ്ങുകളൊക്കെ വന്നു തുടങ്ങുള്ളൂ. സോ നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ലെവല് തീർച്ചയായിട്ടും ഒരല്പമെങ്കിലും മുന്നോട്ട് പോയിട്ടുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കോൺഫിഡൻസ് ലെവൽ എപ്പോഴും കീപ്പ് ചെയ്യുക. നമ്മുടെ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള സ്റ്റഡി അല്ലെങ്കിൽ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഡിറ്റർമിനേഷൻ നമ്മൾ ബാക്കോട്ട് വലിക്കുന്ന ഒരുപാട് ഫാക്ടേഴ്സുകൾ ഉണ്ടാവും. അതിലൊന്നും വീണ് പോവാതെ ഡിറ്റർമിനേഷനോട് കൂടി നിങ്ങൾ പഠിക്കാൻ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ വിജയങ്ങളാണ് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.
സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഇന്നത്തെ ഈ ഒരു എക്സാമിനേഷനിൽ നിങ്ങൾ ഒരുപാട് പേര്, ഇപ്പോൾ സജില 35 മാർക്സ്, ഐശ്വര്യ 32 മാർക്സ്, വർഷ 29 മാർക്സ്, റമീസ് 20 മാർക്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. റമീസ് ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല. റമീസ് ഒരു 20 മാർക്സ്, നെക്സ്റ്റ് 60 ക്വസ്റ്റ്യൻസിൽ ഒരു 20 to 30 ക്വസ്റ്റ്യൻസ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ റമീസിന് എത്രയായി 50 മാർക്സിൽ മുന്നോട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. ഇപ്പൊ റമീസ് ചെയ്യേണ്ട കാര്യം, പ്രിപ്പറേഷൻ കുറച്ച് ബാക്കൗട്ടാന്ന് തോന്നുന്നു. എൻട്രിയിൽ എല്ലാ വീഡിയോസും കണ്ടിട്ട് നന്നായിട്ട് പഠിക്കുക. എല്ലാ വീഡിയോസും സിലബസ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് അറ്റ് എനി ടൈം ആക്സസ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ ഡിസ്കഷൻസ് ഒക്കെ നമുക്ക് പിന്നീടുള്ള വെബിനാർസിൽ കാണാം. ഓക്കെ, സോ താങ്ക് യു.